മമമോഹി നീ അറിഞ്ഞു ആദിമേ മറഞ്ഞതിൻ്റെ സൗഭാഗ്യതാരമേ. ഞാൻ വളരെയധികം കേട്ട് കുറെ പഴി കേട്ടതാണ് ദാസേട്ടന്റെ ശബ്ദത്തിനോട് സാമ്യം, ദാസേട്ടന്റെ ശബ്ദം ഇമിറ്റ്. ഞാൻ ഒരിക്കൽ പോലും ദാസേട്ടന്റെ പാട്ട് തന്നെ നമുക്ക് ആർക്കും ദാസേട്ടനെ പോലൊരു സിംഗറിനെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്ത് പാടാൻ പറ്റില്ല. സൗഭാഗ്യ താരമേ. അനുരാഗിണി എന്നുള്ള പാട്ട് തന്നെയാണ് അനുപല്ലവി. പിന്നെ മറ്റേ പാവം ഭവൻ രാജകുമാരനിലെ ഫാത്തിമ. ഇത് ഇനിയും നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. നമുക്കിതിപ്പോ ജോൺസൺ മാഷ് ചെയ്ത് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ജപദീപ് ചലെ കർണാടകയിൽ ഇത്ര വർഷം പഠിച്ചു. ഞാൻ എന്തിനാ കള്ളം പറയണേ? കാരണം എന്നോട് ഇപ്പൊ നിങ്ങൾ പറയണം ഹരിമുരളിരാവ് പാടാൻ പറഞ്ഞ എന്നെ കൊണ്ട് പറ്റില്ല. നമ്മളുടെ വർക്കും ഇതും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പൊ സെൽഫ് മാർക്കറ്റിംഗിന്റെ കാലമാണ്. ജോൺസൺ മാഷിന്റെ ഒക്കെ നീ കാണുമെന്നുള്ള പാട്ടൊക്കെ ഭയങ്കര അണ്ടർ റേറ്റഡ് സോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോ ഫ്രീ ആയിട്ട് ചെയ്തു തരും. എന്നിട്ട് നമുക്ക് അവിടെ മറ്റേ കോവിഡ് ഒക്കെ മാറിയിട്ട് അങ്ങോട്ട് വിളിച്ച് അവിടെ ഷോ ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ചേട്ടാ എനിക്ക് നാളെ കടയിൽ പോയിട്ട് സാധനം മേടിച്ച് വീട്ടിൽ കൊടുക്കുമ്പോഴേ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു അവസരമായിട്ട് കൂട്ടാൻ പറഞ്ഞ ആ വ്യക്തി അത് കേൾക്കണമെന്നില്ല. ഭയങ്കര ഡിപ്രസീവ് മൂടിയിരിക്കുമ്പോ കേൾക്കുന്നത്. എനിക്ക് ഡിപ്രഷൻ മൂടിയിരിക്കുമ്പോ എനിക്ക് ഒരു പാട്ട് കേൾക്കാൻ പറ്റില്ല. ഞാൻ സാറിനെ വിളിച്ച് ഞാൻ കരയോ ഫോണിൽ കൂടെ. സീരിയസ്ലി പറയാണ്, ഭയങ്കരമായിട്ട് കണക്ട് ആയത്. ഞാൻ നോക്കിയപ്പോൾ ഒരാള് കാരവാനിലേക്ക് കയറി വന്നപ്പോൾ ചേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ആളെന്ന് പുള്ളിയോട് പറയാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ അവൻ വിളിക്കും. അപ്പൊ നീ ഒന്ന് ചെറിയൊരു ഓഡിഷൻ എന്താ ഇതിനകത്തൊരു ഗുണ്ടയായിട്ട് അഭിനയിക്കണ്ടേ? ഗുണ്ടയോ ഞാനോ? ഞാൻ ദേവാങ്കണങ്ങൾ കഴിഞ്ഞിട്ട് എനിക്കിന്ന് മൊത്തം നാക്കിനെന്ത് പറ്റിയിട്ടുണ്ട്. ഹൃദയമിതെഴുതുമ്പോ ശരിയായില്ലേ? ഹൃദയമിതെഴുതും. യെസ്, ഹൃദയമിതെഴുതും കഥയിലെ വീട്, മഴവിൽ ചേലുള്ള വീട്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം കുറച്ച് പാട്ടിനൊപ്പം കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നു രാജ്കുമാർ രാധാകൃഷ്ണൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ എന്റെ സ്വന്തം ചേട്ടനാണ് അല്ലേ? അതെ, പിന്നെ അപ്പൊ എന്തൊക്കെയാണ് ഇപ്പം ലേറ്റസ്റ്റ്? ഹൃദയം ഇത് എഴുതും പാടിയിട്ട് ചിത്ര ചേച്ചിക്കൊപ്പം പാടിയിട്ട് ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷം. അതിനൊപ്പം തനിനിറം വരുന്നുണ്ട്. ഫുൾ ഓൺ വിശേഷംസ് ആണ്. ഇന്ന് ഈ വിശേഷങ്ങൾ മൊത്തം നമ്മൾ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ അല്ലേ? അതെ, വിശേഷം പറഞ്ഞു. അതെ, ഉറപ്പായിട്ടും ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയാനുള്ളത് ചിത്ര ചേച്ചിയുടെ കൂടെ ഉള്ള ഒരു പാട്ട് തന്നെയാണ്. അത് എന്താ പറയുക, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ്. ഏതൊരു സിംഗറും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ചേച്ചിയുടെ കൂടെ ഒരു സ്റ്റേജിൽ പാടാൻ അവസരം കിട്ടിയാൽ തന്നെ വലിയ കാര്യം എന്ന് വിചാരിക്കുന്ന സിംഗേഴ്സാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മുടെ കൂട്ടത്തില് ഞാനും അങ്ങനെയുള്ള ഒരാളായിരുന്നു. ചേച്ചിയുടെ കൂടെ സ്റ്റേജിൽ പാടാൻ ഒരു ഭാഗ്യം കിട്ടിയിരുന്നു എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ വെച്ചിട്ട്. പക്ഷെ ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഇതായിരുന്നു. 2026 എന്താ പറയാ, എന്റെ ഏറ്റവും നല്ലൊരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു പാട്ട്. അത് എപ്പോഴും എക്കാലത്തും ആ പേരുണ്ടാവും. KS ചിത്രയുടെ കൂടെ രാജ്കുമാർ രാധാകൃഷ്ണൻ എന്നുള്ള പേര്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും ഒരു കുളിരും ഒക്കെ നമുക്ക് വരും. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷം ഉറപ്പായിട്ടും ഉണ്ട്. അതിന് താങ്ക്സ് പറയേണ്ടത് ഉറപ്പായിട്ടും മ്യൂസിക് ഡയറക്ടർ വിഷ്ണു ശ്യാമിനോട് തന്നെയാണ്. കാരണം അദ്ദേഹം എന്റെ പേര് എന്നെ ഓർത്ത് എന്റെ വോയിസ് ഇതിൽ ട്രൈ ചെയ്യാം എന്ന് എടുത്തൊരു തീരുമാനത്തിലാണ് ഈ പാട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അത് എന്താ പറയാ, ദൈവം അനുഗ്രഹിച്ച് അത് അങ്ങനെ തന്നെ വന്നു, ഡ്യുവറ്റ് ആയിട്ട് പുറത്തിറങ്ങി എന്നുള്ളതിൽ ഒത്തിരി സന്തോഷം. പിന്നെ ഓഫ് കോഴ്സ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ തനിനിറം ഈ മാസം 13-ാം തീയതി ഈ തനിനിറം ഇറങ്ങാൻ പോകുന്നു. അനുപേട്ടന്റെ പടം. അത് വേറൊരു സന്തോഷം. അതില് എന്താ പറയാ, ചെറിയ 2 സീൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പാട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഞാനും എന്റെ സുഹൃത്ത് നിനോയ് വർഗീസ്, ഞങ്ങൾ രണ്ടുപേരും കൂടാണ് അതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതില് ഹരിശങ്കറും നിത്യം പാടിയ ഒരു പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് വിചാരിക്കുന്നു, റിലീസ് ആണെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടുമാണ് ഇപ്പൊ എന്താ പറയാ ഒരു പറയാനുള്ള 2026 തുടക്കത്തിലുള്ള ഒരു നല്ല വിശേഷം. വലിയ തുടക്കം തന്നെയാണ് തീർച്ചയായിട്ടും. നല്ല വലിയ എന്താ പറയാ, അതൊരു നമ്മൾ ഈ കരിയർ തിരഞ്ഞെടുത്ത് നമ്മൾ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഈ കരിയറിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ചില സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എടുത്ത തീരുമാനം കുറച്ചെങ്കിലും ശരിയായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി.
പിന്നെന്താ പറയാ, പ്രേക്ഷകരോട് നന്ദി. പാട്ട് കേട്ട് കോവിഡ് സമയത്ത് തൊട്ടുള്ള പാട്ടുകൾ കേട്ട് സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാവരോടും നന്ദി മാത്രം പറയാനുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എല്ലാവരോടും സ്നേഹം. ഓക്കെ, അപ്പം ഹൃദയം ഇതെഴുതും. ഓ, കുഴപ്പമില്ല, എങ്ങനെ പാടി ചേട്ടൻ? ഓക്കെ, ഹൃദയം ഇതെഴുതും. കുഴപ്പമില്ല, ഇതെഴുതും. ഇത് എഴുതിയത് വിനായക് ശശികുമാർ ചേട്ടനാണ്. ഞാൻ സ്മരിക്കുന്നു. ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഹൃദയം ഇതെഴുതും അവിചാരിതമായിട്ടാണ് ചേട്ടനിലേക്ക് എത്തിയെന്ന് പറയുന്നത്. ഒരു വീഡിയോ എന്തോ കണ്ടിട്ട് അങ്ങനെ ചിത്ര ചേച്ചിക്കൊപ്പം. അതായത് ഇതിന്റെ കഥ ഞാൻ പാട്ട് വന്ന വഴി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയില്ല. അതായത് വിഷ്ണു ബ്രോ ഒരു 2019 എന്നെ ഇങ്ങനെ ഞങ്ങൾ വേറൊരു ഇതിൽ ഇങ്ങനെ അന്ന് പുള്ളി എനിക്ക് തോന്നുന്നില്ല ജിത്തു സാറിന്റെ പടങ്ങളൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ആളറിയാലോ, വിദ്യാസാഗർ സാറിന്റെ ഒരു ശിഷ്യനായിരുന്നു, വളരെ ഡൈഹാർഡ് ഫാനാണ്. അതിന്റെ കഥ വേറെ ഉണ്ട്. അപ്പൊ എന്നെ വിളിച്ചിട്ട് എന്റെ വോയിസ് ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അപ്പൊ എന്തെങ്കിലും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം പിന്നെ എന്താ പറയാ 2-3 വാട്സപ്പ് ചാറ്റ്, 1-2 ആകെ എനിക്ക് തോന്നുന്നു. നേര് പിന്നെ ചെയ്തപ്പോൾ പുള്ളിയാണെന്ന് മനസ്സിലായിട്ട് ഞാൻ പുള്ളിക്ക് അപ്പം തന്നെ ടെക്സ്റ്റ് ചെയ്തു. കാരണം നേരിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്ര രസമുള്ള ഇതായിരുന്നു, ആ പടത്തിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അത് ടെക്സ്റ്റ് ചെയ്തപ്പോൾ പുള്ളി താങ്ക് യു ഇട്ടു. പിന്നെ അതിനു മുമ്പ് ഞാൻ അനൂപേട്ടന്റെ പത്മ എന്നുള്ള മൂവിയിൽ പാടിയിട്ടുണ്ടായിരുന്നു, മൗനത്തിന് പൂങ്കാവളിൽ. എന്റെ ആദ്യത്തെ സോളോ സോങ് അതാണ് ഫിലിമില്. അപ്പൊ അത് ഞാൻ അയച്ചു കൊടുത്തപ്പോ, വർക്ക് അയച്ചു കൊടുക്കുമല്ലോ സ്വാഭാവികമായിട്ടും, അപ്പൊ പുള്ളി അതിന് ടെക്സ്റ്റ് ചെയ്തിരുന്നു നൈസ് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ എന്തോ ഒരു സ്റ്റാറ്റസ്, ഞാൻ ഈ പറയുന്നത് 2024 കാര്യങ്ങളാണ്. 2022 അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ ചാറ്റൊന്നുമില്ല. 2022 നേര് ഒക്കെ വന്നത്. അതിനുശേഷം പിന്നെ ഈ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഞാൻ ചുമ്മാ പുള്ളിയുടെ ഒരു സ്റ്റാറ്റസ് എന്തോ കണ്ടപ്പോൾ, ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം, ഇങ്ങനെ എന്തെങ്കിലും എന്റെ വോയിസ് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഓർക്കണേ എന്ന് പറഞ്ഞ് ഞാനൊരു മെസ്സേജ് ഇടുവാണ്. അധികം ആൾക്കാർക്കൊന്നും അങ്ങനെ മെസ്സേജ് ഇടാറില്ല, കാരണം എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. പക്ഷെ നമ്മളോട് ഇങ്ങോട്ട് സംസാരിച്ച കുറച്ച് പേരുടെ നമ്പേഴ്സ് ഉണ്ട്, അപ്പൊ അവരോട് നമുക്ക് ചോദിക്കും. അല്ലാതെ എന്താ പറയാ, ഇൻസ്റ്റയിൽ ഞാൻ 1-2 തവണ ഇങ്ങനെ കുറച്ച് പേർക്ക് നമ്മുടെ പാട്ടുകളൊക്കെ ഇറങ്ങിയപ്പോൾ അയച്ചു കൊടുത്തെന്നല്ലാണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ അവസരം തരണേ എന്ന് അങ്ങനെ ചോദിക്കാൻ അതൊരു തെറ്റാന്നല്ല കേട്ടോ പറയുന്നത്. എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് ഞാൻ പുള്ളിക്ക് ഇങ്ങനെ ജസ്റ്റ് മെസ്സേജ് ഇട്ടു. എന്തോ ആ സമയത്ത് എന്തോ തോന്നി ഇങ്ങനെ ഓർക്കണേ എന്ന് മെസ്സേജ് ഇട്ടു. അത് സെപ്റ്റംബർ എങ്ങാണ്ടാണ്. ഡിസംബറിൽ എനിക്ക് പുള്ളിയുടെ ഒരു മെസ്സേജ് വരുവാണ്, ഇങ്ങനെ ബ്രോ ഇങ്ങനെ എവിടെയുണ്ട്, എനിക്കൊരു പാട്ട് പാടി അയച്ചു തരാൻ പറ്റുമോ, വീട്ടിൽ സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടോ, ഒരു ട്രയലാണ് നോക്കാം എന്ന് പറഞ്ഞു. അതിന് പുള്ളിയുടെ ഒരു വേർഷൻ ഉണ്ട്. കാരണം അത് പറയുമ്പോൾ എടുത്തു പറഞ്ഞ ഒരാളുടെ പേരുണ്ട്, കൈലാസ് മേനോൻ, നമ്മുടെ ജീവാംശമായുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ, അറിയാമല്ലോ. അപ്പൊ കോവിഡ് ടൈമിൽ കൈലാസേട്ടൻ ഷെയർ ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിന് ഉള്ള ഒരു ഏറ്റവും പ്രധാന കാരണം അതാന്ന് തന്നെ പറയാം. കാരണം ആ സമയത്ത് എല്ലാവർക്കും ആർട്ടിസ്റ്റ്, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് മേഖലയിൽ എല്ലാവർക്കും തന്നെ വർക്ക് ലോക്ക്ഡൌൺ ആയിട്ട് ഇരിക്കുമായിരുന്നു. എല്ലാവരും ലോക്ക്ഡൌൺ ആയിട്ട് ഇരിക്കുമായിരുന്നു. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ മുമ്പ് എപ്പോഴും എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഫൈസൽ എന്ന് പറഞ്ഞാൽ, അവന്റെ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ കരോക്കെ ഇട്ട് ജസ്റ്റ് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ പാടിയതാണ് ശ്രീരാഗമോ എന്ന് പറയുന്നൊരു പാട്ട്. അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ മുമ്പ് ആ സമയത്ത് ഇട്ടിരുന്നു, കോവിഡിനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്. പുള്ളി ഇത് എവിടുന്നോ കണ്ടിട്ട് പുള്ളി അത് ഡൗൺലോഡ് ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതി, വെറുതെ പോസ്റ്റ് ചെയ്യല്ലായിരുന്നു. അപ്പൊ ആ പോസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് പറഞ്ഞ രാഹുലേട്ടന്റെ മ്യൂസിക്കിലാണ് ഞാൻ ആദ്യം പാടുന്നത്. പ്ലേബാക്ക് സിംഗർ എന്ന് നമ്മുടെ പടത്തിൽ തിയേറ്ററിൽ എഴുതി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ഒരു ഫിലിം സോങ് വരുന്നത് ആറാട്ട് എന്നുള്ള പടത്തിലാണ് ലാലേട്ടന്റെ. അതിന് താങ്ക്സ് ടു രാഹുലേട്ടൻ ആ കൈലാസേട്ടന്റെ പോസ്റ്റിൽ വന്നിട്ട് കമന്റ് ചെയ്തിരുന്നു, ഐ വിൽ യൂസ് ദിസ് വോയിസ്, ഗിവ് മി ചാൻസ് എന്ന് പറഞ്ഞിട്ട് രാഹുലേട്ടൻ. അത് ഇതെല്ലാരും ഇപ്പൊ പലരും പറയാറുണ്ട് നമ്മളോട്, ചിലപ്പോൾ ചുമ്മാ പറയാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ വളരെ കുറവാണ്. കാരണം പറഞ്ഞിട്ടുള്ളതെല്ലാം വർക്കായിട്ടുണ്ട്. അവര് പറഞ്ഞത് അങ്ങനെ തന്നെ. രാഹുലേട്ടൻ കറക്റ്റ് ആറാട്ട് വന്നപ്പോ ഉണ്ണികൃഷ്ണൻ സാറിനോട് സംസാരിച്ച് എന്റെ വോയിസ് കേൾപ്പിച്ച് എന്നെ വിളിച്ചു. അതൊരു എൻസെമ്പിൾ സോങ് ആണ്. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അങ്ങനെയാണ് അനൂപേട്ടനടക്കം ഈ ശ്രീരാഗമോ കണ്ടിട്ട് തന്നെയാണ് അനൂപേട്ടനടക്കം ഏതോ ഒരു വീഡിയോ ഇതിനകത്ത് അനൂപേട്ടന്റെ പേര് പറയുകയും അങ്ങനെ ഞാൻ അനൂപേട്ടന്റെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുകയൊക്കെ ചെയ്തത്. ഓൾ താങ്ക്സ് ടു കൈലാസേട്ടൻ. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു കൈലാസേട്ടൻ ഒരു നിമിത്തമായിരുന്നു.
ഇത് കഴിഞ്ഞ് കുറെ ഇത്ര കഴിഞ്ഞപ്പോ കൈലാസേട്ടന്റെ സ്റ്റുഡിയോ ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് കോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൈലാസേട്ടൻ എന്നെ വിളിക്കുവാണ്, രാജ ഇങ്ങനെ ഇനോഗ്രേഷൻ ആണ്, വരണം എന്ന് പറഞ്ഞിട്ട്. ചിത്ര ചേച്ചിയാണ് ഇനോഗ്രേറ്റ് ചെയ്യണമെന്ന് പറയാം. അപ്പൊ ചിത്ര ചേച്ചിയെ അതിനു മുമ്പ് ബാംഗ്ലൂർ വെച്ച് കണ്ട് ഒരുമിച്ച് പാടാനുള്ള ഭാഗ്യം കിട്ടി. അപ്പൊ ചിത്ര ചേച്ചിയെ കൈലാസേട്ടൻ വിളിച്ചത് തന്നെ വലിയ കാര്യം. കാരണം കൈലാസേട്ടൻ എന്നെ വിളിക്കേണ്ട കാര്യമില്ല, ക്ഷണിക്കേണ്ട കാര്യമില്ല. പക്ഷെ കൈലാസേട്ടൻ ഓർത്ത് എന്നെയും വിളിച്ചു. അപ്പൊ ചിത്ര ചേച്ചി വരുന്നു. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും പോയി. അപ്പൊ പോയി അവിടെ ചേച്ചിയെ കണ്ടു. അപ്പൊ ചേച്ചി അപ്പോഴും ഓർക്കുന്നുണ്ട് അവിടെ ബാംഗ്ലൂർ ആ കാര്യം. അപ്പൊ ഞങ്ങൾ അത് കണ്ട സംസാരിക്കണൊക്കെ ഒരു വീഡിയോയിൽ എടുത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു. എന്റെ ബ്രദർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറെ ഇൻസ്റ്റയിൽ നിങ്ങളെ പോലെ തന്നെ ചാനലുകാർ, ഓൺലൈൻ ചാനലുകാർ എടുത്തിട്ട്. അപ്പൊ ഞാൻ അത് നോക്കിയപ്പോ ആ വീഡിയോ ഭയങ്കര ക്യൂട്ടായിട്ട് കണ്ടിട്ട് ഞാൻ എന്താ വെച്ചാൽ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ പാടിയ ചിത്രചേച്ചിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു, നീലക്കുറിഞ്ഞികൾ എന്ന് പറഞ്ഞിട്ട്. പണ്ട് ചിത്രചേച്ചി പാടിയ പാട്ടിന്റെ ഒരു കവർ വേർഷൻ ഞാൻ ആ പാട്ട് ചുമ്മാ അതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അത് എന്റെ പേജിൽ ഇൻസ്റ്റയിൽ ഇട്ട് അത്യാവശ്യം ഭയങ്കരമായിട്ട് കുറെ വ്യൂവർഷിപ്പ് കിട്ടി. ചേച്ചിയുടെ കൂടെ ഉള്ള ഒരു വീഡിയോ ആണ്, പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണത് ആക്കിയിട്ട്. അപ്പം വിഷ്ണു ഇപ്പുറത്തെ സൈഡിൽ അതൊരു വശട്ടാ, അതൊരു കട്ട് പിന്നെ അടുത്ത കട്ട് വന്നത് ഇപ്പുറത്താ. വിഷ്ണു ഇങ്ങനെ ഈ പാട്ട് ചേച്ചി പാടി കഴിഞ്ഞിരുന്നു. ചേച്ചി പാടി കഴിഞ്ഞതിന് ശേഷം പുള്ളി നോക്കിയപ്പോ ഇതിങ്ങനെ ഡ്യൂവറ്റ് ആക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ എന്റെ മെസ്സേജ് അതിന് 2 മാസം മുമ്പാണ് പുള്ളിക്ക് കിട്ടുന്നത്. വോയിസ് യൂസ് ചെയ്യാൻ സമയം കിട്ടും, ഐ മീൻ എന്റെ വോയിസ് യൂസ് ചെയ്യാൻ ഉള്ളൊരു ഇത് കിട്ടുവാണെങ്കിൽ വിളിക്കണേ ഓർക്കണേ എന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് ചേട്ടന്റെ വോയിസ് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്ത് പുള്ളി രാവിലെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ, പുള്ളി അമേരിക്കയിലാണ്, നോക്കുമ്പോൾ കാണുന്നത് ഞാനും ചിത്ര ചേച്ചിയും കൂടെ ഉള്ള ഈ വീഡിയോ ആണ്. അപ്പൊ പുള്ളിക്ക് പെട്ടെന്ന് ഇത് ഭയങ്കര കോയിൻസിഡന്റ് പോലത്തെ അപ്പൊ തന്നെ അത് നമ്മുടെ ഇന്ത്യൻ ടൈം എനിക്ക് മെസ്സേജ് വന്ന സമയം എന്ന് പറഞ്ഞാൽ 2:45-3 മണിക്കാണ്. പുള്ളി അമേരിക്കൻ. അപ്പൊ ഞാൻ രാവിലെ പിറ്റേ ദിവസം എഴുന്നേക്കുമ്പോൾ കാണുന്ന പുള്ളിയുടെ മെസ്സേജാ. പിന്നെന്താ സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മള് എവിടെ നിന്നാണെങ്കിലും പാടിയിരിക്കും പറഞ്ഞിട്ട്. പിന്നീടാണ് പുള്ളി എന്നോട് ഈ കഥകൾ പറയുന്നത്. അത് ആദ്യം എന്നോട് ചിത്രചേച്ചിയുടെ കൂടെയുള്ള പാട്ടാണെന്ന് ഒന്നും പറഞ്ഞില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ അവിടെയും കൈലാസേട്ടൻ ഒരു നിമിത്തമായിട്ട് ഞാനിത് കൈലാസേട്ടന്റെ ഫോൺ വിളിച്ച് ഈ പാട്ട് അപ്രൂവ്ഡ് ആയെന്ന് പറഞ്ഞ് എനിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ വിളിച്ച ആളുകളിലൊന്ന് കൈലാസേട്ടൻ തന്നെയാണ്. കൈലാസേട്ടൻ ഒരു നിമിത്തം. കൈലാസേട്ടൻ ഒരു ഭയങ്കര സന്തോഷമുണ്ട് രാജ. കാരണം ഈ കൈലാസേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ലൈഫ് ടൈം മൊമെന്റ് ആണ് KS ചിത്ര എന്ന് പറയുന്നത്. അത് നമ്മൾ ജനിച്ചപ്പോ തൊട്ട്, ഞാനൊക്കെ ജനിച്ചപ്പോ തൊട്ട് കേൾക്കുന്ന വോയിസ് ആണ്. ദാസേട്ടൻ, ചിത്ര ചേച്ചി, സുരാജ് ചേച്ചി, അങ്ങനെ അതിൽ പെടുന്ന ഒരു ലെജൻഡറി സിംഗറിന്റെ കൂടെ നമുക്ക് ഫിലിമിൽ ഒരു പാട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നു. എന്റെയും ചിത്ര ചേച്ചിയും കൂടെ വോക്കൽ ഒരുമിച്ചുള്ള പോർഷൻസ് ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് വന്ന കാര്യങ്ങളാണ്. അപ്പൊ താങ്ക്സ് ടു കോവിഡ് എന്ന് പറയാം. കാരണം കോവിഡ് ഓഫ് കോഴ്സ് എല്ലാരെ പോലെ തന്നെ എനിക്കും കുറെ പ്രോഗ്രാംസ് ഒക്കെ നഷ്ടമായി നമ്മൾ ഇരുന്ന. പക്ഷെ എന്നാൽ പോലും ആ ഒരു സമയത്ത് ദൈവം നമുക്ക് ഇങ്ങനെയും ഒരു കുറച്ച് ഭാഗ്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അതാ കോവിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കലാപരമായിട്ട് നിൽക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. 100%. കാരണം നമുക്ക് ഓൺലൈൻ പ്രോഗ്രാംസിലൂടെ കുറച്ച് നമുക്ക് പോകാൻ പറ്റിയെങ്കിലും ഒരു സ്റ്റേജ് ഷോ പിന്നെ വന്നത് ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട്, ആദ്യത്തെ 2ാമത്തെ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉത്സവം. കാരണം ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാംസ് ആണ്. അപ്പൊ അമ്പലം, പള്ളി, അതൊക്കെ എത്ര ഒരു വർഷത്തിന് ശേഷമാണ് ഒന്ന് ആക്റ്റീവായി വരുന്നത് തന്നെ. അപ്പൊ അത് ഞാൻ എപ്പോഴും പറയും, എല്ലാരെയും ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു പടി കൂടുതൽ കലാകാരന്മാർ, ആർട്ടിസ്റ്റിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു എന്ന് പറയേണ്ടി വരും. അത് പറയുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ള ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം, പക്ഷെ അതൊരു ഫാക്റ്റ് ആണ് ആക്ച്വലി. കോവിഡ് നമ്മളെ നല്ല രീതിയിൽ ബാധിച്ചു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ടായിരുന്നു. എനിക്ക് ആ ഒറ്റ വീഡിയോ പറഞ്ഞാൽ എനിക്ക് കുറച്ചധികം ഓൺലൈൻ ഷോസ്, എനിക്ക് കാനഡ, UK, US ഉള്ള കുറെ ഓൺലൈൻ ഷോസ് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ നമുക്ക് ആ സമയത്ത് സ്റ്റേജ് ഷോ ഒന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാരും ഭയങ്കരമായിട്ട് വിഷമിച്ചൊരു മൊമെന്റ് ആണ്. കാരണം ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിന്നിരുന്നതാണ്. കാരണം എത്ര നാൾ ഈ ലോക്ക്ഡൌൺ പോകുന്നു, അല്ലെങ്കിൽ ഈ കോവിഡ് ഇത് മാറി ഇനി പഴയ രീതിയിലേക്ക് നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ലായിരുന്നു. ഭയങ്കരമായിട്ട് പാനിക്കായിരുന്നു. നമ്മൾ ഇനി ബാക്ക് ടു നോർമൽ എന്നൊരു സംഭവം ഉണ്ടോ എന്ന് ഭയങ്കര എനിക്ക് തോന്നുന്നു. ഒരു നമുക്ക് എല്ലാവർക്കും ഇവനൊരു സൂയിസൈഡ് തിങ്കിങ്, ആ തിങ്കിങ് വരെ പോയ ലെവലാണ്. ആ സമയത്താണ് എനിക്ക് ആടുജീവിതം ബുക്കൊക്കെ കിട്ടുന്നത്. അതൊക്കെ ഇരുന്ന് ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കുമായിരുന്നു. കാരണം അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ, വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. നമ്മള് നമുക്ക് എത്രയല്ലേ പറ്റുള്ളൂ എന്ന് ആലോചിച്ച് മുമ്പോട്ട് നീങ്ങാന്നുള്ളൂ. ആ സമയത്താണ് കറക്റ്റ് കൈലാസേട്ടന്റെ വീഡിയോ
പോസ്റ്റിംഗ് ഒരു ദൈവം. അത് മറ്റേ മരുഭൂമിയിൽ പെയ്ത മഴ പോലെ അല്ലേ? സത്യം. മഴ മഴ എന്നല്ല, വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും, അതിനും വലുത് പറയേണ്ടി വരും, പേമാരി എന്ന് പറയേണ്ടി വരും. അതായിരുന്നു ആ സമയത്ത്. അത് എന്താ പറയാ, അതുകൊണ്ട് തന്നെ എന്റെ ഏതൊരു മ്യൂസിക്കൽ കരിയറിൽ ഏതൊരു ഇത് വന്നാലും ഓർക്കുന്ന മുഖങ്ങളിൽ ഒരാള് കൈലാസ് മേനോൻ തന്നെയാണ്. അത് പറയാ, എന്നാൽ കൈലാസേട്ടന്റെ പടത്തിൽ ഞാൻ പാടുക, ഞാൻ ഇന്ന് വരെ കൈലാസേട്ടൻ എനിക്കൊരു അവസരം തന്നെ ചോദിച്ചിട്ടുമില്ല. കാരണം ഇങ്ങനെ ചെയ്യാൻ മനസ്സുള്ള ഒരാൾക്ക് കറക്റ്റ് ആ സമയത്ത് നമ്മളുടെ ഇത് വോക്കൽ യൂസ് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നെ വിളിച്ചോളൂ. കാരണം പുള്ളിക്ക് ഒരു കാര്യമില്ല, എന്നാ വീഡിയോ ഇത്രയും ഡിസ്ക്രിപ്ഷൻ എഴുതി പുള്ളിയുടെ സ്റ്റുഡിയോ ഇരുന്ന് പുള്ളിയുടെ പാട്ട് പാടിയിട്ടാ മതി. വേറൊരാളെ സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അത് ഭയങ്കര വലിയൊരു കാര്യമാണത്. നമ്മളുടെ വർക്കും ഇതും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പൊ സെൽഫ് മാർക്കറ്റിങ്ങിന്റെ കാലമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ വേറൊരാളെ സപ്പോർട്ട് ചെയ്യാൻ വളരെ ചുരുക്കം പേരിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണത്. അത് കൈലാസേട്ടൻ ഒന്ന് കാണിച്ചു. അതിന് എന്താ പറയാ, ഞാൻ വീണ്ടും അത് ഓർക്കുന്നു. കൈലാസേട്ടനോട് ഒരിക്കൽ കൂടി സ്നേഹം. അതെ, ഓക്കെ. അപ്പം തനിനിറത്തിലേക്ക് എങ്ങനെയാണ്, തനിനിറത്തിന്റെ മ്യൂസിക് ഡയറക്ഷൻ? തനിനിറത്തിലേക്ക് ഓഫ് കോഴ്സ് അത് കഴിഞ്ഞ് പറയേണ്ട പേര് അനൂപ് മേനോൻ. അത് എന്താ പറയാ, അത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകളിൽ ഏറ്റവും മുൻപ് നിൽക്കുന്ന പേര്. കാരണം എന്റെ മെന്റർ, സ്വന്തം ചേട്ടൻ, നമ്മളെ ശാസിക്കാനും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ നമുക്ക് തുറന്നു പറയാനും അത് കേട്ട് നമുക്ക് ഉപദേശങ്ങൾ തരാനും, തെറ്റ് കണ്ടാൽ അതങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാനുള്ളൊരു ഫ്രീഡമുള്ള എൻ്റെ ഒരു മൂത്ത ചേട്ടൻ, അത് തന്നെയാണ് അനൂപേട്ടൻ. അനൂപേട്ടൻ തന്നെ വിളിക്കുന്ന അത്രയും അർത്ഥം ഉള്ളിൽ തട്ടി തന്നെ വിളിക്കണം. കാരണം പത്മ തൊട്ട് അനൂപേട്ടൻ്റെ കൂടെ, പത്മയ്ക്ക് മുമ്പ് തന്നെ പരിചയപ്പെട്ടെങ്കിലും ആ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു 2020 തൊട്ട് 6 വർഷം നിൽക്കണം, ഓൾമോസ്റ്റ് 6 വർഷത്തിന് മുകളിലായി. ഈ 6 വർഷത്തിനിടയ്ക്ക് എനിക്ക് അനൂപേട്ടനിൽ നിന്ന് പഠിച്ച കുറേ അധികം കാര്യങ്ങളുണ്ട്. ഞാൻ എന്നിൽ നിന്ന്, എൻ്റെ ക്യാരക്ടറിൽ നിന്ന് മാറ്റി വെച്ച കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ആവണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അത് ആസ് എ പേഴ്സൺ എനിക്ക് ഉള്ള ഡെവലപ്മെന്റിന്റെ കാര്യമാണ്. പിന്നെ കരിയറിന്റെ ഇതിലെന്ന് വെച്ചാൽ പത്മ എന്നുള്ള പടത്തില് 4 പാട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത്. അത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു കരിയർ തുടക്കത്തിൽ, ഇപ്പൊ ആറാട്ട് എന്നുള്ള ഫിലിമിൽ ഓഫ് കോഴ്സ് ഞാൻ പാടിക്കഴിഞ്ഞു. അതിനൊരു എൻസെമ്പിൾ ടൈപ്പ് സോങ് ആയിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു സോളോ സോങ് പത്മയാണ്. 4 പാട്ടുകളും അതിനകത്തൊരു അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ, ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടറും കൂടെ. അപ്പൊ അത് ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും വലിയൊരു ലോഞ്ച് പോലാണ്. ഇത് തന്നെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. ആ പത്മ ഇറങ്ങിയിരുന്ന ഒരു 15 വർഷം മുമ്പായിരുന്നെങ്കിൽ ഭയങ്കര വ്യത്യാസം കുറെ കൂടെ വന്നെ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ വളരെ ഇതാണ്. ഇപ്പൊ ഒരു ഫിലിം ഒന്നും വേണ്ട, നമുക്കൊരു ഫേമസ് ആവാൻ നമുക്കിപ്പോ ഒരു ഫിലിമിൽ പാടുകയോ അഭിനയിക്കുകയോ അല്ലാതെ തന്നെ ഫെയിം ആവാമല്ലോ. ആ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഏതൊരു ആർട്ടിസ്റ്റിനും കിട്ടുന്ന ഒരു വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണത്. 4 പാട്ട് പാടുക, അഭിനയിക്കുക എന്നുള്ളത്. അപ്പൊ അത് ഓഫ് കോഴ്സ് അനൂപേട്ടന്റെ ഇതിലൂടെയാണ്. പിന്നെ എന്റെ സുഹൃത്ത്, ഇപ്പൊ തനിനിറത്തില് മ്യൂസിക് ചെയ്തേക്കണം ഞാനും നിനോയ് വർഗീസ് ആണ് പത്മയുടെ മ്യൂസിക് ഡയറക്ടർ. അപ്പൊ അനൂപേട്ടൻ ഞാനിങ്ങനെ പുള്ളി, കാരണം ഞങ്ങളുടെ ജേണിയും ഞങ്ങൾ കവർ സോങ്സ് ഒക്കെ അൺപ്ലഗ്ഡ് ഒക്കെ ചെയ്ത് തുടങ്ങിയതാണ് കോവിഡ് ടൈമിൽ. അത് പറയുമ്പോഴാണ് നമ്മൾ ബാംഗ്ലൂരിലുള്ള ഒരു നമ്പ്യാർ ബിൽഡേഴ്സ്, അവരാണ് ആ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തത്. അത് നമ്മളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം കൂടെ കൊണ്ടാണ്. ഇത്രയധികം പാട്ടുകളെ സ്നേഹിക്കുന്ന, കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആളുകളുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നേരത്തെ കൈലാസേട്ടന് അത് പോസ്റ്റ് ചെയ്യാൻ കാണിച്ച മനസ്സുപോലെ തന്നെ പണം ഉണ്ടായിട്ട് കാര്യമില്ല, അത് കലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും കൂടെ വേണ്ടി അത് ഉപയോഗിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. അപ്പൊ കാരണം അവരൊന്നും തിരിച്ച് ഇപ്പൊ കവർ സോങ്സ് പാടി യൂട്യൂബിൽ റിലീസ് ചെയ്യാനൊന്നുമല്ല, അവർക്ക് കേൾക്കാൻ വേണ്ടി മാത്രം, ഒന്നും റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ്, ഞാനും നിനോയും കൂടെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ അനൂപേട്ടനോട് നിനോയുടെ കാര്യം സംസാരിച്ചിട്ട് നിനോയിനകത്ത് എൻട്രി ആവുന്ന, അങ്ങനെയാണ് പത്മ വരുന്നത്. പത്മ നല്ല രീതിയിൽ പോയൊരു പടമാണ്. അതിനകത്ത് അഭിനയിക്കാൻ പറ്റി, സുരഭിയൊക്കെ ആയിട്ട് 4 പാട്ട് പാടി. ഓഫ് കോഴ്സ് ആ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടിയതാണ്. മൗനത്തിന് പൂങ്കോളിൽ എന്നുള്ള പാട്ടാണ് ആദ്യം എൻ്റെ സോളോ വന്നത്. അതിനുശേഷം പത്മ കഴിഞ്ഞിട്ട് പിന്നെ അനൂപേട്ടന്റെ തന്നെ വരാൽ എന്നുള്ള ഫിലിമിൽ ജ്യോത്സ്നയുടെ കൂടെ എനിക്കൊരു പാട്ട് പാടാൻ പറ്റി. ആ പാട്ടിനാണ് എനിക്ക് 2022 സത്യജിത്ര അവാർഡ് ബെസ്റ്റ് സിംഗർ എന്നുള്ള കിട്ടിയത്. ഇതെല്ലാം അനൂപേട്ടൻ എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം വന്നതാണ്.
അതില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല ആരാണ് എന്നെ വിളിച്ചിട്ട് ഒരു പാട്ട് തന്നെ പാടാൻ അല്ലെങ്കിൽ അവസരം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇന്നത്തെ കാലത്ത്. അപ്പൊ 4 പാട്ട് പാടുവാണ്. അപ്പോ അതിനുശേഷമാണ് വരാല് വരുന്നതും. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങളിപ്പോ മ്യൂസിക് ചെയ്യാനായിട്ട് തനിനിറം വരുന്നത്. അപ്പൊ തനിനിറത്തിന്റെ കേസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നു, സംസാരിക്കുന്നു. അപ്പൊ അനുവേട്ടൻ ഒരിക്കലും അനുവേട്ടൻ ആരോടും പോയി ഇവര് ചെയ്തോളും അങ്ങനെ ഒരിക്കലും പറയില്ല. അനുവേട്ടന്റെ ഒരു ഇതെന്ന് വെച്ചാൽ അനുവേട്ടന്റെ ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നപ്പോ അനുവേട്ടൻ ഓക്കെ നിങ്ങൾ ചെയ്യും, അതും നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്ത് അനുവേട്ടന് ഇഷ്ടപ്പെട്ടു ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ ഇപ്പൊ എന്നോടുള്ളൊരു ബന്ധം കൊണ്ട് എന്നെ കൊണ്ട് ഞാൻ ചെയ്യണത് മോശമാണെങ്കിൽ ഒരിക്കലും അനുവേട്ടനത് സപ്പോർട്ട് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ തനിനിറത്തിന്റെ ഇത് വന്നപ്പോഴും ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള കണ്ണൻ, പിന്നെ രതീഷ് സാറ്, ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് സംസാരിച്ചു, കഥയൊക്കെ പറഞ്ഞിട്ട് അനുവേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഇവര് പത്മയിൽ ചെയ്തതാണ് നോക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ അപ്പൊ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യുന്നുള്ളു. അപ്പൊ നമ്മളോട് അങ്ങനെ സിറ്റുവേഷൻ വിളിച്ച് പറയുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ട്യൂൺ ചെയ്ത് കൊടുത്തപ്പോൾ അവർക്കത് ഇഷ്ടമായി. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഫസ്റ്റ് പറയണത് ഇപ്പൊ ഹരിശങ്കറും നിത്യം കൂടാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സിറ്റുവേഷൻ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞൊരു 1 മണിക്കൂറിൽ താഴെ സമയത്തിനുള്ളിൽ തന്നെ എനിക്കൊരു ട്യൂൺ മനസ്സിൽ വന്നു. അത് ഞാൻ ജസ്റ്റ് ഒരു ഹുക്ക് ലൈൻ പോലെയുള്ള, അത് ആ പാട്ടിലൊരു ഹുക്ക് ലൈൻ പോലെ വരുന്നതാണ്. അതാണ് ആദ്യം എനിക്ക് വന്നത്. അത് ഞാൻ ഇങ്ങനെ പാടി കേൾപ്പിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ട്യൂൺ ചെയ്തതിനു ശേഷമാണ് രാജീവ് ആലങ്കൽ സാറ് ലിറിക്സ് എഴുതിയത്. അപ്പൊ അങ്ങനെ അത് ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ പിന്നെ അതിൽ വർക്ക് ചെയ്തു. ആ പാട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ആ മെലഡി സോങ് ആണ് ആദ്യം തുടങ്ങുന്നത്. പിന്നെ 2 സോങ് കൂടെ ഉണ്ട്. അങ്ങനെ അത് ചെയ്ത് 3 ഡിഫറെന്റ് സിറ്റുവേഷനിലെ പാട്ടുകളാണ്. അങ്ങനെ അത് അയച്ചപ്പോൾ അവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് പിന്നെ നമ്മൾ അതിന്റെ വർക്ക് തുടങ്ങുന്നത്. ഓഫ് കോഴ്സ് അതിന് കാരണക്കാരൻ അനുവേട്ടൻ തന്നെയാണ്. അനുവേട്ടൻ വഴി തന്നെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇന്നാവുന്നത്. പാടിയിരിക്കുന്ന ഹരിശങ്കറും ഒരു പാട്ട് പാടിയത് ഹരിശങ്കറും നിത്യമാമനുമാണ്, ഒരു ഡ്യുവറ്റ് ആണ്. പിന്നെ ഒരു പാട്ട് പാടിയിരിക്കുന്നത് സൈനോരയാണ്. അതൊരു DJ കൈൻഡ് ഓഫ് സോങ് ആണ്. പിന്നെ ഒരു പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ പ്രണവം ശശി, ആവേശം സിനിമയിലൊക്കെ മറ്റേ ആഹാ അർമാദം ഒക്കെ പാടിയിട്ടുള്ള പ്രണവം ശശി ചേട്ടനാണ്. അങ്ങനെ 3 ഡിഫറെന്റ് ജോണർ പാട്ടുകളാണ് വന്നേക്കുന്നത്. ചേട്ടൻ എന്തുകൊണ്ട് പാടിയില്ല തനിനിറത്തിൽ മ്യൂസിക് ഡയറക്ഷൻ ആയിട്ട്? എന്തുകൊണ്ട് പാടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്നോട് ഈ ചോദ്യം അനുവേട്ടൻ ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം ഞാൻ ആദ്യം മ്യൂസിക് ചെയ്ത് ഒഫീഷ്യലി എന്റെ മ്യൂസിക് വരുന്നത് ഓ സിൻഡ്രല്ല എന്നുള്ള അനുവേട്ടൻ തന്നെ മൂവിയില് പാതിരാവ് പൂക്കുന്നുമല്ല എന്നുള്ളൊരു പാട്ടാണ്. അത് ഞാനിങ്ങനെ ഞങ്ങൾ 1 വർഷം മുമ്പ് ഇങ്ങനെ അനുവേട്ടൻ്റെ ഒരു മൂന്നാറിലുള്ളൊരു ഇതുണ്ട്, സ്റ്റേക്കേഷൻ ഹോം ഉണ്ട്, ഒരു വെക്കേഷൻ ഹോം പോലെ. അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അങ്ങനെ അനുവേട്ടൻ വരി എഴുതിയിട്ട് ചുമ്മാ കമ്പോസ് ചെയ്യാൻ പറ്റുമോ നോക്കണം എന്ന് അങ്ങനെ ഒരു ട്രയൽ പോലെ ചെയ്തൊരു പാട്ടായിരുന്നു. അപ്പൊ അതൊരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഓസെൻട്രിൽ വന്നപ്പോഴാണ് നമുക്ക് ഈ പാട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് പാടാൻ തന്നെയാണ് അനുവേട്ടൻ പറഞ്ഞത്. അപ്പൊ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ ഓഫ് കോഴ്സ് നമുക്ക് പാടാം. പക്ഷെ ഒരു കമ്പോസർ എന്നുള്ള രീതി വരുമ്പോൾ നമുക്ക് എപ്പോഴും വേറൊരു വോയിസ് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവും. 100% ഞാൻ അത് പാടിയിരുന്നെങ്കിൽ എന്റെ ഒരു പാട്ടും കൂടെ സിനിമയിൽ വരുവാണ്, ഓഫ് കോഴ്സ് അതിട്ട്. പക്ഷെ നമുക്കെപ്പോഴും അത് എല്ലാ കമ്പോസേഴ്സിനും ഉണ്ടാവും. ഇപ്പൊ കമ്പോസറും സിംഗറും ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അവർക്ക് പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കമ്പോസ് ചെയ്യണത് പിന്നെ ഓഫ് കോഴ്സ് വിജയ് യേശുദാസ് എന്ന് പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ദാസേട്ടന്റെ മകനാണ്. അത്രയും പാട്ടുകൾ ഹിറ്റ് പാട്ട്. അപ്പൊ എന്റെ ആഗ്രഹം എനിക്കും ഉണ്ടാവുമല്ലോ ഒരു കുഞ്ഞു ആഗ്രഹങ്ങൾ. എന്റെ മ്യൂസിക്കിൽ ദാസേട്ടനെ കൊണ്ട് ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ദാസേട്ടനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം ദാസേട്ടൻ ഇപ്പൊ അമേരിക്കയിലാണ്, ദാസേട്ടൻ ഇപ്പൊ ഫിലിമിൽ പാടുന്നില്ല. അപ്പൊ പിന്നെ മകനെ കൊണ്ടെങ്കിലും ഒരു പാട്ട്. അപ്പൊ ഞാൻ ഒരു ആഗ്രഹം പോലെ അനുവേട്ടനോട് പറയുകയാണ്. അപ്പൊ അനുവേട്ടന്റെ വളരെ അടുത്ത സുഹൃത്താണ് വിജയേട്ടൻ. ചേട്ടനുമായിട്ടും എനിക്ക് പറഞ്ഞ പോലെ ഷോ ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ അനുവേട്ടൻ ഞാൻ നമുക്ക് സംസാരിക്കാൻ നിന്നിട്ട് അങ്ങനെ അത് ചെയ്യുമായിരുന്നു. അതും എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊരു more than 13 lakh വ്യൂസോളം ആയി നിൽക്കുന്ന ഒരു പാട്ടാണത്, പാതിരാവ് പൂക്കുന്നുമല്ല എന്നുള്ളത്. ഭയങ്കര രസമായിട്ടുള്ള പാട്ടാണത്. അത് കഴിഞ്ഞ് ഇത് വന്നപ്പോഴും ഇത് പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു കാര്യം, ഇതൊരു യങ് കോളേജ് ഫ്രണ്ട്സ്, കോളേജ് മൂവി, കോളേജ് ത്രില്ലർ, ക്യാമ്പസ് ത്രില്ലറാണ്. അപ്പൊ അതിനകത്ത് ആ പാട്ട് സീനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ യങ് ആയിട്ടുള്ളൊരു 2 പേരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഒരു നമ്മളെ പാട്ട് കമ്പോസ്, ഈ ചില പാട്ട് നമ്മൾ ട്യൂൺ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇന്ന ആള് പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നൽ വരും. അത് എല്ലാ പണ്ടത്തെ ലെജൻഡറി കമ്പോസേഴ്സ് തൊട്ട് ഉള്ളതാണ്. ഇപ്പൊ നമുക്ക് അതിനുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്.
അപ്പൊ എന്റെ മനസ്സിൽ വന്നത് ഹരിയുടെ ഇതാണ്. കാരണം ഞാൻ കുറച്ച് ഹൈ ഒക്കെ വരുന്ന പോർഷൻസ്, അപ്പൊ അറിയാലോ, അപ്പൊ നമുക്ക് അയ്യോ പുള്ളി ഇങ്ങനത്തെ റൊമാൻറ്റിക് ഒക്കെ ആണെങ്കിൽ പിന്നെ അതെ. പിന്നെ ഹരിയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. അപ്പൊ ഇവരുടെ ഒരു കോമ്പിനേഷനും ഭയങ്കര ഇതാ. ഹരിശങ്കർ, നിത്യമാമൻ, ഇപ്പൊ നീ ഹിമമഴയായ കൈലാസേട്ടന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ്. അങ്ങനെ ആണ് ഞാൻ എന്നാ പിന്നെ ഹരിശങ്കർ എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറയുമായിരുന്നു അവരോട്. അപ്പൊ വളരെ യങ് ആണ്, കുറച്ചുകൂടെ ഭയങ്കര റൊമാൻറ്റിക് സോങ് ആണത്. അപ്പൊ എന്നോട് പറഞ്ഞത് നമുക്ക് ഇത് ഈ പാട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ അടിവയറ്റിൽ നിന്ന് ബട്ടർഫ്ലൈ വരുന്ന ഫീല് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ണൻ ബ്രോ സ്ക്രിപ്റ്റ് റൈറ്റർ വിളിച്ചിട്ട് ആ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ടർഫ്ലൈ വരുമോന്നൊന്നും അറിയില്ല, പക്ഷെ അവര് രണ്ടുപേരും പാട്ട് പാടി വെച്ചേക്കണ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് പ്രണയം തോന്നിപ്പോ. ആ രീതിയിൽ തന്നെയാണ് അവര് പാടി വെച്ചേക്കണത്. ഹരി അത് വളരെ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു വേറൊരു ഓപ്ഷൻ നമുക്ക് ആ സമയത്ത് മനസ്സിൽ വന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഹരിശങ്കറിന്റെ പേര് വന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും അപ്പൊ ഞാൻ അത് പാടി ജനങ്ങളിലേക്ക് എത്തുന്നതിലും കുറച്ചുകൂടെ കൂടുതൽ ഹരിശങ്കർ എന്നൊരു വോയിസ് വന്നു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തും. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അത്രത്തോളം അക്സെപ്റ്റഡ് ആണ് ഹരിശങ്കർ എന്നുള്ള സിംഗർ. അത്ര ബ്രില്യൻ പാട്ടുകൾ, അത്രയും മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടി വെച്ചേക്കണാണ്. ഇപ്പൊ അതൊരു കമ്പോസറിന്റെ സ്വാർത്ഥതയാണ്, ഒരു നല്ലൊരു സിംഗർ പാടണം എന്നുള്ളത്. അത്രേ ഉള്ളു. അല്ലാതെ എന്തുകൊണ്ട് ഞാൻ പാടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്നോട് പറയാണ് ഇല്ല അത് പാട്ട് രാജ തന്നെ പാടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പാടി തന്നെ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പറയും. ഇപ്പൊ പ്രൊഡക്ഷൻസ് ഇതൊക്കെ ഒരു അല്ല, ഇപ്പൊ നമ്മളിപ്പം പിന്നീട് നോക്കുമ്പോഴേ, ഇപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് അതൊരു എനിക്ക് അറിയത്തില്ല, എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയാതെ ചോദിക്കുകയാണ്. ലൈക്ക് ഇപ്പം ചേട്ടൻ മ്യൂസിക് ചെയ്തിട്ട് പാടിയില്ല, അപ്പം ബാക്കിയുള്ളവർക്ക് അങ്ങനത്തെ ഒരു തോന്നൽ വരാൻ ചാൻസ് ഉണ്ടോ? ലൈക്ക് വേറെ മ്യൂസിക് കമ്പോസേഴ്സിന് അങ്ങനെ ഒരു ചിന്ത വരാൻ ചാൻസ് ഉണ്ടോ? ലൈക്ക് ഇപ്പൊ ചേട്ടൻ ചെയ്യുന്നതിന് തന്നെ ചേട്ടൻ പാടുന്നില്ല, പുറത്തെ പാടുന്നുള്ളൂ, അങ്ങനെ ഒരു തോട്ട് വരുവോ? അതോ അങ്ങനെ ഒരു തോട്ട് എനിക്ക് തോന്നണില്ല. അങ്ങനെ ഒരു തോട്ട് ആർക്കും വരും എനിക്ക് തോന്നുന്നില്ല. കാരണം കമ്പോസേഴ്സിന്റെ ഡിഫറെന്റ് ആണ്, സിംഗേഴ്സിന്റെ ഡിഫറെന്റ് ആണ്. നമ്മളെപ്പോഴും എല്ലാം ഒരു ലേണിംഗ് പ്രോസസ് ആണ്. ഇപ്പൊ ഞാൻ കമ്പോസ് ചെയ്യുന്ന പാട്ടെന്ന് പറഞ്ഞാൽ എന്റെ പരിമിതമായ അറിവ്, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആധികാരികമായിട്ട് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. എനിക്ക് വളരെ കുറച്ച് നാള് പോയതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു പ്യുവർ എന്താ പറയാ കർണാട്ടിക് ബേസ് അങ്ങനെ പഠിക്കുകയോ എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. പക്ഷെ നമ്മൾ കേട്ട പാട്ടുകളുടെ ആ ഒരു ഉള്ളിൽ കിടക്കുന്ന വെച്ചിട്ടാണ് നമ്മൾ കമ്പോസ് ചെയ്യണത്. അപ്പൊ എന്റെ ഒരു പരിമിതമായ അറിവും ഞാനും വെച്ചിട്ടാണ് ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. ആ സിറ്റുവേഷൻ വെച്ചിട്ട് ആണ്. അല്ല നമ്മളൊരു നൊട്ടേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നൊട്ടേഷൻ വൈസോ സ്വരസ്ഥാനം വെച്ച് അങ്ങനൊന്നും അല്ല, നമ്മൾ രാഗം വെച്ചിട്ട് ഒന്നും അല്ല നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. നമ്മൾ കമ്പോസ് ചെയ്ത് വരുമ്പോൾ ചിലർ പറയണ്ട അത് ഇന്ന റൂട്ടാണ് എന്നൊക്കെ അറിയുന്ന ആൾക്കാർ പറയുമ്പോൾ ഓക്കെ ആയെന്ന്. അപ്പോ ഞാൻ ആസ് എ സിംഗർ കമ്പോസ് ചെയ്യുന്നതിലും എന്താ പറയാ, ചിലപ്പോൾ വേറെ അറിയുന്ന ഒരു പുറത്തുള്ള ഒരു കമ്പോസർ അവര് ചെയ്യുന്ന പാട്ട് പാടാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഞാൻ കമ്പോസ് ചെയ്ത് പാടുന്നില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കത് വേറൊരു സ്കൂളിംഗ് ആണ്, വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വിഷ്ണു ബ്രോ ചെയ്ത ഈ ഒരു റെക്കോർഡിംഗ് സെഷൻ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്റെ മനസ്സിലോ അല്ലെങ്കിൽ എന്റെ ചിന്തയിലോ തോന്നാത്ത സംഗതികളും കാര്യങ്ങളാണ് പുള്ളി അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് പാടുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന സംഗതി ചിലപ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ടാവുമായിരിക്കും. ബിക്കോസ് പക്ഷെ അതിലും കൂടുതൽ എക്സ്പീരിയൻസും പഠിച്ചിട്ടുള്ള ഒരാൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, സമ്മതിക്കാതെ നിവൃത്തിയില്ല. അപ്പൊ അതൊരു കാരണമാണ്. ആക്ച്വലി സ്പീക്കിംഗ് വേറൊരു മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്ത പാട്ട് പാടുമ്പോൾ നമുക്ക് ഓരോ പാട്ട് നമ്മൾ പാടാൻ പഠിക്കുമ്പോഴും നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഇപ്പൊ സാധകം ചെയ്യാന്ന് പറയുന്ന പോലെ തന്നെ ഒരു പാട്ട് പുതിയത് പാടാൻ ആ ട്യൂൺ പഠിക്കുന്നതും സാധകം പോലെ തന്നെയാണ്. കാരണം ഇപ്പൊ ഈ ഹൃദയം ഇത് എഴുതും ചിത്രയുടെ പാട്ട് പുള്ളി എനിക്ക് 8 ഓഡിയോ നോട്ട്സ് ആണ് അയച്ചു തന്നത്. ഞാൻ ആകെ ഈ 8 ഓഡിയോ നോട്ട്സ് കണ്ടിന്യൂസ്ലി വണ്ടിയിൽ പോകുമ്പോ ഒക്കെ ബ്ലൂടൂത്ത് ഇട്ട് ഇങ്ങനെ കേട്ടോണ്ട് പോണേ. എവിടെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഉള്ളപ്പോ, കൂടെ ആൾക്കാരൊക്കെ ഉള്ളപ്പോ ഡിസ്റ്റർബൻസ് ആവും. ഞാൻ ഒറ്റയ്ക്ക് എപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകണം, അപ്പൊ ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ 8 ഓഡിയോ നോട്ട് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പ്ലേ ആവും. അതിൽ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന പാട്ട് എന്താണോ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു യു. കാരണം എന്നെ കൊണ്ട് അത് ആ രീതി പാടിപ്പിച്ചെടുത്തത് പുള്ളിയുടെ കഴിവാണ്. എന്റെ ഒരു ഓപ്പൺ സിംഗിങ് ആണ്. ഇപ്പൊ ഞാൻ വളരെയധികം കുറെ പഴി കേട്ടതാണ് ദാസേട്ടന്റെ ശബ്ദത്തിനോട് സാമ്യം, ദാസേട്ടന്റെ ശബ്ദം ഇമിറ്റേറ്റ്. ഞാൻ ഒരിക്കൽ പോലും ദാസേട്ടന്റെ പാട്ടെന്നല്ല, നമുക്ക് ആർക്കും
ദാസേട്ടനെ പോലൊരു സിംഗറിനെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്ത് പാടാൻ പറ്റില്ല. അത് ആദ്യം തന്നെ നമ്മൾ സമ്മതിക്കണം. പിന്നെ ഈ വോയിസിലുള്ള ഒരു ചെറിയ സാമ്യം, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ശ്രീരാഗമോ പാടിയ ആ കൈലാസേട്ടൻ ഷെയർ ചെയ്ത വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇവൻ പാട്ടിട്ടിട്ട് ചുണ്ടനക്കുവാന്ന് വരെ പറഞ്ഞ് ചീത്ത വിളിച്ച ആൾക്കാരുണ്ട്. ഒരർത്ഥത്തിൽ അതെനിക്കൊരു ഇതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തല്ല. അപ്പൊ നമുക്കത് സന്തോഷവും വരുന്നുണ്ട്, സങ്കടവും വരും. കാരണം വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാമിന് പാടുമ്പോൾ നമുക്ക് ഏത് ഒരു ഒറിജിനൽ പാട്ട് നമ്മൾ പാടുമ്പോൾ ഇപ്പൊ ശ്രീരാഗമോ എന്നുള്ള പാട്ട് നമ്മുടെ എല്ലാവരുടെയും ചെവിയിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാലേ കേൾക്കുന്നവർക്ക് ഒരു ഭംഗി ഉണ്ടാവും. അതേസമയത്ത് നമ്മൾ ഒരു സിനിമ കരിയർ, മ്യൂസിക് കരിയറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓൺ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഇങ്ങനെ, ഇത് എന്ത് പാടുമ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇനി അത് മാറ്റിയെടുക്കണോ എന്നുള്ളത്. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ എനിക്കിങ്ങനെ പാടാൻ പറ്റുള്ളൂ, എന്റെ ശബ്ദം ഇതാണ്, എനിക്ക് വളരെയധികം പരിമിതികളുണ്ട്. അപ്പൊ എനിക്ക് പാടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പാട്ടുകളുണ്ട്. അപ്പൊ ആ ടൈപ്പ് ഓഫ് പാട്ടുകൾ എനിക്ക് പാടാൻ പറ്റുള്ളൂ. അതിപ്പോ പ്രോഗ്രാമിനായിക്കോട്ടെ, ഇപ്പൊ അൺപ്ലഗ്ഡിന് പോകുമ്പോ ഇപ്പൊ നമ്മൾ ഈ മെഡ്ലേ പോലത്തെ പാട്ടുകൾ നമുക്ക് ഈ ബാൻഡ് ഉണ്ട്. ഇപ്പൊ RK Live എന്നുള്ളൊരു ബാൻഡ് ഞാൻ ചെയ്യുന്നുണ്ട്, അതിപ്പോ തുടങ്ങിയാണ്. അപ്പൊ ബാൻഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗാനമേള പോലെ അല്ല, നമുക്ക് വളരെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ഡിഫറെന്റ് ആക്കി കവർ സോങ്സ് ചെയ്യണം, നമുക്ക് വ്യത്യാസമായിട്ടൊക്കെ പാടാം. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഹിന്ദി പാട്ടുകളും മലയാളം മാത്രം പാടിക്കൊണ്ടിരുന്നതാണ്. ഞാൻ ഹിന്ദി കേട്ടു തുടങ്ങി. അർജിത് സിംഗിന്റെ പാട്ടുകൾ, സോനു നിഗം അവരുടെയൊക്കെ പാട്ടുകൾ, പിന്നെ റഫി സാഹിബിന്റെ പാട്ടുകളൊക്കെ അതൊക്കെ പാടാൻ ശ്രമിച്ചു, തമിഴ് SPB സാറിന്റെ ഒക്കെ. പക്ഷെ എന്തൊക്കെ നമ്മൾ ചെയ്താലും നമ്മുടെ ബേസിക് ഒരു ശബ്ദം, ഒരു ടോണും ഉണ്ട്. അത് നമുക്കൊരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ പാടുമ്പോ ഇപ്പൊ ശ്രീരാഗമോ പാടുമ്പോ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ദാസേട്ടൻ പാടി കേട്ടേക്കണ തന്നെയാണ് നമ്മുടെ ചെവിയിലുള്ളത്. അപ്പൊ ആ പാട്ട് പാടുമ്പോ നമ്മൾക്ക് അതിന്റെ ഇൻസ്പിറേഷൻ ഉറപ്പായിട്ടും നമ്മൾ അതുപോലെ തന്നെ പാടാനല്ലേ നമ്മൾ ഉറപ്പായിട്ട് എന്ത് നമ്മൾ മാറ്റി പാടും. ഞാൻ കുറെ എക്സ്ട്രാ ഇപ്പൊ ശരത് സാറൊക്കെ പാടിയേക്കണ ശ്രീരാഗം പാടിയേക്കണ വേർഷൻസ് ഒക്കെ കേട്ടപ്പോ ഹരി ശിവരാമകൃഷ്ണൻ പുള്ളിയൊക്കെ അതിൽ നിന്നൊക്കെ കുറെ എടുത്ത് ഞാൻ എന്റെ കുറച്ച് ഇംപ്രൂവൈസേഷൻ ഒക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ലിപ്പ് അനക്കമാണ് ഒറിജിനൽ ആയിട്ടില്ല, അത് അങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അതൊരു തരത്തിലുള്ള നല്ലൊരു കാര്യമല്ലേ ഇപ്പം അങ്ങനെ കേൾക്കുന്നത്, ലൈക്ക് ദാസേട്ടന്റെ സൗണ്ട് പോലെ. അതുകൊണ്ട് ദാസേട്ടന്റെ സൗണ്ട് പോലെ എന്നുള്ളു. പക്ഷെ നമുക്കൊരു ഒരു ഫിലിം അല്ലെങ്കിൽ ഒരു റെക്കോർഡിംഗ് വോയിസ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഓൺ ഐഡന്റിറ്റി വേണം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, അതിപ്പോ ഒരു പുതിയ പാട്ട് കമ്പോസ് ചെയ്ത് പാടുമ്പോൾ ഒരിക്കലും നമുക്ക് അവരുടെ ഇമിറ്റേഷൻ ഫീൽ ചെയ്യില്ല. ആ സമയത്ത് അവര് പാടിയൊരു പാട്ട് പാടുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക്, കാരണം അവര് പാടി വെച്ചേക്കണതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ 100% നമുക്ക് നമ്മൾ പാടുമ്പോൾ കുറെയൊക്കെ അതിന്റെ എലമെന്റ്സ് വരും, ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മൾ കേട്ട് വളർന്ന പാട്ടുകളാണ് ഇതൊക്കെ. അപ്പൊ അത് നമ്മളൊരു എത്ര 1000 തവണ നമ്മൾ കേട്ടേക്കണതാണ് ശ്രീരാഗമോ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ത്വര കാണത്തില്ലേ. ലൈക്ക് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ജാനകി അമ്മ പാടിയ, ജാനകി അമ്മയല്ലേ നമ്മുടെ ആഴക്കടലിന്റെ പാടിയിരിക്കുന്നത് അല്ലെ, ജാനകി അമ്മ ആ സൗണ്ട്, അതായത് ആഴക്കടലിന്റെ മെയിൽ വേർഷൻസ്, അതായത് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ പാടുമ്പോഴത്തേക്ക് അവർക്ക് ജാനകി അമ്മയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ? അത് 100%. നമ്മളിപ്പോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ പണ്ട് കുമാർ സാനുവിന്റെ ഒക്കെ നമ്മള് പർപ്പസ്ഫുള്ളി പാടാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാരും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഒരിക്കലും നമ്മള് ഒരു സ്റ്റേജിൽ വരുമ്പോ നമ്മൾ അങ്ങനെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ചെയ്താലും നമുക്ക് എവിഡന്റ്ലി അത് മനസ്സിലാവും. പക്ഷെ അപ്പൊ ചേട്ടന്റെ എനിക്ക് തോന്നുന്നു ഒട്ടും അങ്ങനെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? എന്നോട് മധുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. മധുചേട്ടന്റെ ഒക്കെ കൂടെ ഒരുമിച്ച് അതൊക്കെ ഒരു ഭാഗ്യമായിട്ട്. അതൊക്കെ ഇതിനെല്ലാം താങ്ക്സ് പറയേണ്ടത്, നന്ദി പറയേണ്ടത് ബാംഗ്ലൂരുള്ള നമ്പ്യാർ ബിൽഡേഴ്സിന്റെ ഗ്രൂപ്പായിട്ട്. അവരുടെ പ്രോഗ്രാംസിന് പോകുമ്പോഴാണ് എനിക്ക് ചിത്ര ചേച്ചി, മധുചേട്ടൻ, വിജയ് യേശുദാസ്, അനൂപ് ശങ്കർ, നിഷാദ്, അങ്ങനെ കുറേ അധികം സിംഗേഴ്സിന്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ. നമ്മുടെ മരിച്ച ജയേട്ടൻ, P. ജയേട്ടന്റെ ഒക്കെ കൂടെ ഒരു സ്റ്റേജിൽ നിന്ന് ജയേട്ടന്റെ പാട്ട് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അതൊക്കെ അവിടുത്തെ അവരുടെ ഒരു ആർട്ട് ദർബാർ എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ടാണ്. എന്നോട് മധുചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മധുചേട്ടൻ മുമ്പിൽ നിന്ന് ഇങ്ങനെ പാടി കഴിഞ്ഞപ്പോഴത്തേക്കും രാജ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് അവർ ഫീൽഡ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ അത് തിരിച്ചറിഞ്ഞ് പറയുമ്പോൾ. അല്ല, ഇപ്പൊ ചേട്ടന്റെ അടുത്ത് സംസാരിക്കുമ്പോ എനിക്ക് മനസ്സിലാവും ചേട്ടന്റെ ഉള്ളിലെ പാഷൻ എത്രത്തോളം ഉണ്ട്. അതിനുവേണ്ടി ചേട്ടൻ എടുക്കുന്ന ഒരു എഫേർട്ടും ഞാൻ മനസ്സിലാക്കുകയാണ്. ലൈക്ക് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവരും ഓപ്പൺ ആയിട്ട് എനിക്ക് കുറെ പരിമിതമായ അറിവുകളാണ്, എനിക്ക് പഠിക്കണം, അതിനു വേണ്ടിയിട്ട് ഞാൻ ചാൻസ് എടുക്കുന്നുണ്ടെന്ന് ചേട്ടനെ പോലെ എല്ലാവരും പറയുമെന്ന് എനിക്ക് തോന്നണില്ല.
അല്ല, അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ഞാനിപ്പോ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ മറ്റേ കർണാടകയിൽ ഇത്ര വർഷം പഠിച്ചു, ഞാൻ എന്തിനാ ഇങ്ങനെ കള്ളം പറയണേ? കാരണം എന്നോട് ഇപ്പൊ നിങ്ങൾ പറയണ ഹരിമുരളിരോ പാടാൻ പറഞ്ഞ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ എനിക്ക് പറ്റുന്ന പാട്ടുകളുണ്ട്. പിന്നെ ചില പ്രോഗ്രാംസിന് വേണ്ടി നമ്മളത് പഠിക്കും. ഇപ്പൊ ശ്രീരാഗമോ എന്നുള്ള പാട്ട് ഞാൻ പഠിക്കാൻ കാരണക്കാരനായിട്ടുള്ള ഒരു കീബോർഡിസ്റ്റ് ഉണ്ട്, ഷിജു അടിമാലി എന്ന് പറഞ്ഞിട്ട്. അതൊരു പ്രോഗ്രാമിന് വേണ്ടി, കാരണം നമ്മൾ ഈ പാട്ട് പഠിക്കാത്തതുകൊണ്ട് തന്നെ സ്വരങ്ങളൊക്കെ പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത്, ശ്രീരാഗമൊക്കെ നമ്മളിങ്ങനെ അൺപ്ലഗ്ഡ് രീതിയിൽ ഇങ്ങനെയൊക്കെ വളരെ സ്ലോ ആയിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് രക്ഷപ്പെട്ട് പൊക്കോണ്ടിരിക്കുവായിരുന്നു. പുള്ളി അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പ്രോഗ്രാം അടുത്ത ഇതോട്ട് ശ്രീരാഗമാണ് ഇൻട്രോ സോങ്, ഫുൾ ഗാനമേളയ്ക്ക് പാടുന്ന പറയുമ്പോൾ നമ്മൾ ഇൻക്ലൂഡിങ് സ്വരങ്ങൾ പാടിക്കണം. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അതല്ല, അത് പറ്റില്ല, നമുക്ക് പഠിച്ചാൽ പറ്റുന്നു. നമുക്ക് ഒന്ന് പേയ്മെന്റ് ആണ്, നമ്മുടെ വരുമാന മാർഗമാണ്. ഒത്തിയിരുന്ന് ദാസേട്ടന്റെ സ്വരങ്ങൾ എഴുതിയിട്ട് പോസ് ചെയ്യും, എഴുതിയെടുക്കും. ദാനി ദാപ്പ അങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ അങ്ങനെ എഴുതിയെടുത്തിട്ടാണ് അതിരുന്ന് വായിച്ച് കേട്ട് പഠിച്ചിട്ടാണ് ആ സ്വരങ്ങളൊക്കെ പ്രോഗ്രാമിന് പാടുന്നത്. അതിന് താങ്ക്സ് ടു ശിവചേട്ടൻ. ഇങ്ങനെ ഓരോ വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വന്നിട്ട് ഓരോ നല്ല കാര്യങ്ങളിൽ വന്ന് കണക്ട് ആയിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് അതൊരു 100% പാട്ട് പഠിക്കാത്തത് വലിയൊരു പ്രൗഡായിട്ടോ പാട്ട് പഠിക്കാത്ത ഞാൻ അങ്ങനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അതിന്റെ കുറവുകൾ എനിക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ പാട്ട് പഠിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടും ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ പാട്ട് പഠിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പാട്ട് പഠിച്ചിട്ടില്ല, ആധികാരികമായിട്ട് എനിക്ക് പാട്ട് പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയുന്നതിന് എനിക്കൊരു നാണക്കേടില്ല. കാരണം ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് കലാഭവനിലാണ് കുറച്ചാൾ പോയിരുന്നത് കോളേജ് ടൈമിൽ. പിന്നെ മാമംഗലം മാസ്റ്റർ അടുത്ത് കുറച്ചാൾ എന്തെങ്കിലും ഒക്കെ നമ്മൾ പാടുന്നത് ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ മാമംഗലം മാസ്റ്ററിന്റെ അടുത്തിട്ട് ഒരു 4-5 മാസം പോയി പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് വീട്ടിലെ സാഹചര്യം കൊണ്ട് പെട്ടെന്ന് നമ്മൾ പാർട്ടിയിൽ നിന്നൊക്കെ മാറി ഫുൾ ജോലി മെഡിക്കൽ മാർക്കറ്റിംഗ് ആയിട്ട് പോയി. 10-15 വർഷത്തോളം പാട്ടുമായിട്ടൊരു ബന്ധമേ ഉണ്ടായിരുന്നില്ല. നമ്മള് ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോൾ പാടും, വീട്ടിലെ എന്നുള്ളത് മാത്രം. പിന്നെ ആ ജോലി 15 വർഷത്തോളം മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു. പിന്നെ തിരിച്ച് പാട്ടിലേക്ക് വന്നത് സ്മ്യൂള് കാരണമാണ്. അപ്പൊ നമ്മൾ ആ ഒരു മാർക്കറ്റിങ്ങിന്റെ ആ ഒരു ടെൻഷനും ഇതും ഇതൊക്കെ ആയിട്ട് നമ്മൾ ആകെ ഒരു ആശ്വാസം കണ്ടിരുന്ന വീണ്ടും 100% തിരിച്ച് രണ്ടാമത് പാട്ടിലേക്ക് വരാൻ കാരണം സ്മ്യൂള് തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ സ്മ്യൂളിൽ പാടി വീണ്ടും തുടങ്ങിയപ്പോഴാണ് നമുക്ക് അകത്ത് ഒളിച്ചു കിടന്നിരുന്ന വീണ്ടും ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും ഒക്കെ സ്മ്യൂളിന് ശേഷമാണ്, സ്മ്യൂളിലൂടെയാണ് വീണ്ടും പാടി തുടങ്ങി. അങ്ങനെ കുറെ ഫ്രണ്ട്സിനെ അങ്ങനെ കിട്ടി, അവരുടെ ഗെറ്റ് ടുഗദറിലൊക്കെ ഇങ്ങനെ പങ്കെടുത്തു. അങ്ങനെയൊക്കെ രാത്രി 2 മണിക്കൊക്കെ മറ്റേ മൊബൈലിൽ വെച്ചിട്ട് പാട്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, തിരിച്ച് വീണ്ടും ഇതിനകത്തോട്ട് വരണം എന്നായിരിക്കും അതൊരു കാരണമാണ്, അതിനൊരു നിമിത്തമായിട്ട്. ചേട്ടന് സന്തോഷം കിട്ടുന്നതും 100% നമ്മള് അതൊരു വലിയ ഭാഗ്യമാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുക എന്നുള്ളത്. മറ്റേ നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പൈസക്ക് വേണ്ടി മാത്രം ഓടുവാണ്. അത് നമുക്കൊരു ഇഷ്ടത്തോടു കൂടി ആയിരിക്കില്ല. പക്ഷെ അതിനെയും തള്ളി പറയുന്നില്ല. കാരണം 15 വർഷത്തോളം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആ ജോലിയിൽ ശമ്പളമൊക്കെ കൊണ്ട് തന്നെയാണ്. അതിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത ജർമ്മൻ റെമഡീസ് എന്നുള്ള കമ്പനിയുടെ ഇപ്പൊ അവരുടെ ഒരു കോൺഫറൻസ് നടന്നിരുന്നു, ഓൾ കേരള പൾമോണോളജി കോൺഫറൻസ്. ഞാൻ വർക്ക് ചെയ്ത കമ്പനിയാണ് സ്പോൺസർ. എന്റെ ഷോ ആണ് ഇത്തവണത്തെ കോൺഫറൻസിൽ വെച്ചിരുന്നത്. എന്റെ ആർക്കെ ലൈവ് എന്നുള്ള ഷോ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റി. അത് ജിനു സാർ, അതിന്റെ ബോംബെ ഓൾ ഇന്ത്യ ഹെഡ്, എന്റെ അവരൊക്കെ നമ്മൾ ഓർക്കുവാണ്. അവരൊക്കെ സപ്പോർട്ട് നമുക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ സാറ് ഈ ചിത്രച്ചിയുടെ പാട്ട് കേട്ടിട്ട് ചേട്ടാ സാറ് മെസ്സേജ് ഇട്ടിരുന്നു. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കഴിഞ്ഞ തവണ നരേഷ് അയ്യറാണ് ചെയ്തത്, അതിനു മുമ്പ് ഹരിശങ്കർ. അവിടെ ഇത്തവണ എനിക്ക് എന്റെ ആർക്കെ ലൈവ് എന്നുള്ള ബാൻഡിന്റെ ഷോ പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അവിടെയാണ് ഞാൻ അന്നും പറഞ്ഞിരുന്നു നമ്മൾ ജോലി റിസൈൻ ചെയ്ത് ഇതിലേക്ക് ഇറങ്ങിയത് ശരിയാണ്, തെറ്റല്ലായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന മൊമെന്റുകളിൽ ഒന്നായിരുന്നു അത്. ചേട്ടന് കുഞ്ഞിലെ തൊട്ട് പാടുമായിരുന്നോ, അതോ എന്തുകൊണ്ടാണ് മ്യൂസിക് അങ്ങനെ പഠിക്കാൻ പറ്റാതെ പോയത്? ചെറുപ്പത്തിലെ തന്നെ ചെറുപ്പത്തിൽ സ്കൂളിംഗ് സമയത്തൊട്ട് ചെറുതായിരുന്നപ്പോഴാണ് പാടിയിരുന്നത്. അത് അമ്മയാണ് കുറച്ചെങ്കിലും വീട്ടില് ഞങ്ങളെ പാട്ടൊക്കെ പഠിച്ചത്. എന്നെ അനിയനൊക്കെ അമ്മയാണ്. അപ്പൊ ഇതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു പാട്ടിന്റെ ഇത് വന്നത്. ഞാൻ അമ്മ പറയേണ്ടത് ചെറുപ്പത്തിൽ ഞാൻ മറ്റേ സ്പീച്ചൊക്കെ പറയാനായിരുന്നു ഭയങ്കരമായിട്ട് വളരെ ചെറുതില്. പിന്നെ അതിനുശേഷം കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ആലപ്പുഴയിലായിരുന്നു, അച്ഛന്റെ വീട് ആലപ്പുഴയായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ പ്രോഗ്രാംസിനൊക്കെ ഇങ്ങനെ പോയിട്ട് കുഞ്ഞു കുഞ്ഞു ട്രോഫി പ്രൈസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ചൊരു ഹൈസ്കൂളിലേക്കൊക്കെ വന്നതിന് ശേഷം അങ്ങനെ ഒരു പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ 9th 10th അങ്ങനെ ഒരു പാട്ട് കോമ്പറ്റീഷൻ ഒന്നും അങ്ങനെ വളരെ കുറവായിരുന്നു. പിന്നെ രണ്ടാമത് കോളേജിൽ വന്നതിന് ശേഷമാണ് വീണ്ടും
ഈ പാട്ട് വീണ്ടും സീരിയസ് ആയിട്ടൊന്ന് പാടുന്നൊക്കെ ഡിഗ്രി ആ സമയത്തൊക്കെ അങ്ങനെ കോളേജിലെ കോമ്പറ്റീഷൻസ് ഒക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ ഫൈനൽ ഇയർ ആയപ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടൊക്കെ മത്സരിച്ച് ജയിച്ച്, ആദ്യം മത്സരിച്ച് തോറ്റ്, പിന്നത്തെ വർഷം ജയിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അപ്പോഴാണ് വീണ്ടും ഒരു ആഗ്രഹം വന്നിട്ട് വീണ്ടും പാട്ട് പഠിക്കാൻ കലാഭവനിലൊക്കെ പോകുന്നത് ഈ പ്രീ ഡിഗ്രി സമയത്താണ്. പക്ഷെ അന്നും ആ ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് സത്യം തന്നെയാണ്. നമ്മൾ ആ ഒരു ഇപ്പൊ കോളേജിൽ ഷൈൻ ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ പിള്ളേർക്ക്, അപ്പൊ ആ ഒരു ഇത് അല്ലാതെ സീരിയസ് ആയിട്ട് എടുത്ത് പോകണമെന്നൊന്നും അങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നാൾ മാമംഗലം മൗസൂനം മാസ്റ്റർ എടുത്തപ്പോൾ എന്നെ ഇങ്ങനെ എല്ലാവരും കുറെ പേര് പറഞ്ഞാൽ നല്ല ശബ്ദമാണ്, നീ ഒന്ന് നോക്കണം. കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസിനൊക്കെ പോകുമായിരുന്നു, ഗാനമേളക്കൊക്കെ. ആദ്യമൊക്കെ ഞാൻ പോരുന്നത് ഹിന്ദി സിംഗർ ആയിട്ടായിരുന്നു. ഞാൻ ഹിന്ദിയൊക്കെയാണ് പാടിയത്. ബോലം ഹേ, നസർ നസർ എന്നുള്ള പാട്ടുകളൊക്കെ. ഇത് പറഞ്ഞപ്പോഴാ പാട്ടുകളൊന്നും നമ്മൾ ഇതുവരെ പാടിയില്ല, കഥ മാത്രം. പാട്ട് ഇങ്ങനെ എപ്പോഴും പാടുന്നുണ്ട്, ഇങ്ങനെ സംസാരിക്കുമ്പോൾ പാട്ട് പാടാം. അപ്പൊ അങ്ങനെ പോയിരുന്നു ഗാനമേളക്കൊക്കെ. അതൊരു വരുമാന മാർഗം കൂടെ ആയിരുന്നു ഓഫ്കോഴ്സ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മാമംഗലം മൗസൂനം മാസ്റ്റർ അടുത്ത് കുറച്ച് നാളെ പോയില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ പറഞ്ഞ പോലെ അച്ഛന്റെ ജോലിയൊക്കെ കുറച്ച് പ്രശ്നമൊക്കെ ആയി. ഇപ്പൊ മൂത്ത മോനാണ് വീട്ടില്, ഞാനും എൻ്റെ ഒരു അനിയനും ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഞാൻ CA-ക്കൊക്കെ എലിജിബിലിറ്റി എക്സാം ഒക്കെ എഴുതി ആൽബർട്ട്സ് കോളേജിൽ. CA-ക്ക് പോകണം, തൃപ്പൂണിത്തുറ RLV കോളേജിൽ മ്യൂസിക് എടുത്ത് പഠിക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പിന്നെ അങ്ങനെ നമുക്ക് ഓരോന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അന്ന് ആ ഒരു സിറ്റുവേഷൻ മാറി. പിന്നെ ഞാൻ പിന്നെ ജോലിക്ക് ഇറങ്ങി അങ്ങനെ. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു അന്ന് അങ്ങനെ പറ്റിയില്ലല്ലോ എന്നുള്ള നഷ്ടബോധം, അങ്ങനെ സങ്കടം, അങ്ങനെയൊന്നുമില്ല. അതും ഒരു സൈഡിൽ നോക്കുമ്പോൾ അതിന്റെ ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇത് നോക്കുമ്പോൾ നമ്മള് വീട് വാങ്ങിച്ചതൊക്കെ ആ ഒരു ഇതിൽ തന്നെയാണ്. നമ്മുടെ ജോലി വെച്ചിട്ട് തന്നെയാണ്. പൈസ ഉറപ്പായിട്ടും വേണം. പൈസ ഇല്ലാണ്ട് നമുക്കൊന്നും പറ്റില്ല. അല്ലാതെ പാഷൻ എന്ന് പറഞ്ഞ് മാത്രം നമ്മള് വരുമാനം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പാടി മാത്രം നടത്തുന്ന ഒന്നുമില്ല. അത് 100% വരുമാനം മാർഗം ഇതാക്കുക എന്നുള്ളത്. ഇവിടെ നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് നമ്മുടെ ഓൺ പ്രൊഫഷൻ വഴി ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. പൂർണ്ണമായിട്ടും അങ്ങനെ ആയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഫാർ ബെറ്റർ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നമുക്ക് അത് എനിക്ക് തോന്നുന്നത് മിക്കവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഈ ആർട്ടിസ്റ്റ് മേഖലയിലാണല്ലോ പേയ്മെന്റ് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അങ്ങനത്തെ കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ. ഇതൊക്കെ ഒരു അവസരമായിട്ട് കൂട്ടിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള അവസരം ദൈവത്തെ എനിക്ക് തരണ്ട, കാരണം ഇതെന്റെ പ്രൊഫഷനാണ്. അത് അങ്ങനെ ഒരു കലാപരമായിട്ട് നിൽക്കുമ്പോ അങ്ങനത്തെ ഒരു കാര്യം ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരത്തില്ലേ? ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ഇവരെന്തത് നമ്മളും ചെയ്യുന്നത് നമ്മുടെ ജോലിയാണെന്ന് മനസ്സിലാക്കാതെ പോകുന്ന ഒരു? അല്ല, മിക്കവർക്കും അത് അപ്പൊ അവരുടെയൊക്കെ വിചാരം നമുക്കിവിടെ വേറെ വരുമാനം ഉണ്ട്, നമ്മളിതൊരു സന്തോഷത്തിന് വേണ്ടി. ഉറപ്പായിട്ടും നമുക്കിതൊരു സന്തോഷം തന്നെയാണ് നമുക്ക്. പക്ഷെ പേയ്മെന്റും കൂടെ കിട്ടുമ്പോഴാണ് സന്തോഷം ഇരട്ടിക്കുന്നത്, സന്തോഷം പൂർണ്ണതയിലെത്തുന്നത്, പൂർത്തിയാവുന്നത്. കാരണം എനിക്കിപ്പോ എന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കടയിൽ പോയി മേടിച്ചിട്ട്, ചേട്ടാ ഞാൻ ചേട്ടനൊരു അവസരം തന്നാണ്, ഒരു മാസത്തേക്കുള്ള എന്റെ സാധനങ്ങൾ ഒരു അവസരമായിട്ട് കൂട്ടെന്ന് പറഞ്ഞാൽ കടക്കാരെ സമ്മതിക്കൂ? ഇല്ലല്ലോ, അവർക്ക് പൈസ കൊടുക്കണ്ടേ. അതുപോലെ എനിക്കൊരു പ്രോഗ്രാമിന് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു റെക്കോർഡിങ്ങിനെ വിളിച്ചിട്ട് ഇതൊരു അവസരമായിട്ട് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിലെ ചെലവ് നോക്കണമല്ലോ. അത്രേ ഉള്ളൂ. എല്ലാവരും പണത്തിന് വേണ്ടി തന്നെയാണ്. ഇതും ഒരു ജോലിയാണ്. സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാരും പണത്തിന് വേണ്ടി കൂടെ അല്ല വർക്ക് ചെയ്യുന്നത്. ആരും നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്താൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. അങ്ങനെ ഒരു പൈസക്ക് കടമ്പെടുത്ത്. പക്ഷെ അത് പഠിക്കണം. അതൊരു ആർട്ടാണ് കേട്ടോ. നമ്മൾ നമ്മുടെ പേയ്മെന്റ് പറഞ്ഞ് മേടിക്കുക എന്നുള്ളതും വേറൊരു ആർട്ടാണ്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു. ഞാനും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം വർത്താനം പറഞ്ഞു. ഇനി ഒരു പാട്ടാവാം. ഓക്കെ, നമുക്ക് ഹൃദയം ഇത് എഴുതും തന്നെയാവും. എനിക്കത് വരികളുടെ കാര്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. ഹൃദയം ഇത് എഴുതും എന്ന് അത് വിനായക് ശശികുമാറാണ് വരികൾ എഴുതിയത്. കാരണം ആ പാട്ടിന്റെ യൂട്യൂബിന്റെ കമന്റ്സ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, കുറേ പേര് അതിന്റെ വരികളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതും എനിക്കൊരു ഇതാണ്. കാരണം നമ്മള് വിനായക് ശശികുമാർ എഴുതിയ പാട്ടുകൾ ഇഷ്ടം പോലെ നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോഴായിരിക്കും എനിക്കൊരു പാട്ട്, പുള്ളി എഴുതിയൊരു പാട്ട് അതും ഇതിലൂടെ സംഭവിച്ചു. പിന്നെ ഓഫ് കോഴ്സ് ജീത്തു ജോസഫ് സാറിന്റെ സിനിമ, അത്രയും നല്ലൊരു ബാനർ, ജോജു ചേട്ടനും ബിജു മേനോനും അഭിനയിക്കുന്ന ഒരു സിനിമ. അങ്ങനത്തെ വലിയൊരു ഇതിനകത്താണ് ഒരു KS ചിത്ര പോലത്തെ ഒരു വലിയൊരു ലെജൻഡറി സിംഗറിന്റെ കൂടെ ഒരു പാടാൻ പറ്റിയത്. അപ്പൊ അത് തുടക്കത്തിൽ എന്തായാലും അത് തന്നെ. ഹൃദയമിതെഴുതും കഥയിലെ വീട്, മഴവിൽ ചേലുള്ള വീട്,
മെഴുതിരിയെരിയും നറുമണമൊഴുകും ചിരികൾ മായാത്ത വീട്, പൂവാടി തോറും പൂഭംഗി തോൽക്കും പാദങ്ങൾ തീർക്കുന്ന പാട്, തൂവൽ വിരിക്കും ഓർമ്മപ്പിറാക്കൾ ഒരുപോലെ കുറുകുന്ന കൂട്, മോഹങ്ങൾ നൂറാണ് നൂറ്, സ്നേഹങ്ങൾ നേരാണ് നേര്, ഹൃദയമിതെഴുതും കഥയിലെ വീട്, മഴവിൽ ചേലുള്ള വീട്, മെഴുതിരിയെരിയും നറുമണമൊഴുകും ചിരികൾ മായാത്ത വീട്. ഈ പാട്ട് നമ്മള് ഓഡിയോ റിലീസായപ്പോ തന്നെ ഭയങ്കര ഫീൽ ആയിരുന്നു. ലൈവും കൂടെ കേൾക്കുമ്പോ ഒരിക്കൽ കൂടി എന്താ പറയാ, വിഷ്ണു ശ്യാമിന് ഒരു വലിയ സ്നേഹം, നന്ദി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചെറുതാക്കുന്നില്ല, ഒരു സ്നേഹം. തനിനിറത്തിലെ പാട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? തനിനിറത്തിലെ പാട്ട് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും അത് അതിന്റെ ഹരിശങ്കറും നിത്യം പാടിയ പാട്ട് എന്നത് ഉയിരിന്റെ പാതിയായി ഉണരുന്ന സ്നേഹമേ തോരാത്ത നേരാണ്, അങ്ങനെ പോകുന്നൊരു പാട്ടാണ്. ഒരു പക്കാ മെലഡി സാധനമാണ്. അതിൽ പിന്നെ ഹരിയുടെ മാജിക്കൽ വോയിസിൽ വരുമ്പോൾ അത് വേറൊരു ഇതിലാണ് വന്നത്. അതും എന്താ പറയാ, അതൊരു സന്തോഷമാണ്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ പാട്ട് പഠിച്ചിട്ടില്ല. ഇപ്പോഴും ഇത് ഞാൻ മാത്രം എന്നുള്ള ഒരാളല്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവര് ഒരു ABCD പോലും പഠിക്കാതെ, എനിക്കറിയാവുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. റെയ്നാഡ് എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട്. റെയ്നാഡിനകത്ത് സൈനോര പാടിയ പാട്ടിനകത്ത് ഒരു റാപ്പ് വേർഷൻ റെയ്നാഡാണ്. ആള് കീബോർഡ് പോലും ഒന്നും പഠിച്ചിട്ടില്ല. എല്ലാം യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് സ്വന്തമായിട്ട് പുള്ളി ഓർക്കസ്ട്രേഷൻ ചെയ്തത്, പുള്ളി കമ്പോസ് ചെയ്തൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം നമ്മുടെ പോലും അത്രയും പോലും ഇതില്ലാതെ അവര് സ്വന്തമായിട്ട്, പുള്ളി ഒരു കീബോർഡ് യൂട്യൂബ് നോക്കി കീബോർഡ് വായിക്കാൻ പഠിച്ചു. അങ്ങനെ ഒരു ഓർക്കസ്ട്ര ചെയ്യുന്ന ഒരു പാട്ടിന് ഓർക്കസ്ട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എനിക്ക് അതിനുള്ളൊരു കഴിവില്ല. എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ളതൊക്കെ അപ്പൊ നമ്മളേലും ഇരട്ടി കഴിവുള്ള ഇഷ്ടംപോലെ വ്യക്തികളുണ്ട്. പിന്നെ എനിക്ക് ഭാഗ്യം കൂടെ ഉള്ളതുകൊണ്ട് ആണ്. കാരണം ഇതിനൊരു ഹാർഡ് വർക്കിന്റെ ഒപ്പം തന്നെ ഭാഗ്യം ഒരു വലിയ ഫാക്ടറാണ്. അപ്പൊ എന്നേലും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള, സോഷ്യൽ മീഡിയ പോലും അറിയപ്പെടാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമുക്ക് എന്തോരം ടാലൻസിനെ കിട്ടി, എന്തോരം ആർട്ടിസ്റ്റിനെ കിട്ടി. സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന സമയത്ത് തന്നെ എന്തോരം പേര് പുറത്തറിയാത്ത ഒരു ചാൻസിന് വേണ്ടിയിട്ടുള്ള, അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഇത്രയും സോഷ്യൽ മീഡിയ അഡ്വാൻസ്ഡ് ആയിട്ട് പോലും എന്നേലൊക്കെ ഇരട്ടി കണക്കിന് ടാലന്റ് ഉള്ള, അതായത് അത്രയും ടാലൻസ് ഉള്ള, പുറത്ത് ആരും അറിയാത്ത ഇഷ്ടം പോലെ വ്യക്തികളുണ്ടാവും. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെയും കൂടെ. പക്ഷെ നമ്മളൊരു സിനിമയുടെ കേസ് വരുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു മ്യൂസിക് ഡയറക്ടറിനെയും ഒരു കമ്പോസറിനെയും നമുക്കിപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പാടിയ പാട്ടൊക്കെ പടത്തിലൊക്കെ പാടിയിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റിലൊന്നും വന്നിട്ടില്ല, അതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടംപോലെ എന്നേലൊക്കെ 100 കണക്കിന് അനുഭവമുള്ള ആൾക്കാരായിരിക്കും ഹരിയും ഹരിശങ്കറും വിജയശ്വാസും അങ്ങനത്തെ ഇപ്പോഴുള്ള എല്ലാ സിംഗേഴ്സും. എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. നമുക്കൊക്കെ അതിൽ വളരെ കുറവ് വന്നേക്കണേ. പക്ഷെ നമുക്ക് അതിനകത്ത് പോലും നമുക്കൊരു മ്യൂസിക് ഡയറക്ടറിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു പുതിയ ആൾക്കാർ. പക്ഷെ ഇതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ അല്ലേ, ഒരു സിനിമ വരുമ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഫെയിം, മാർക്കറ്റിങ്ങിനൊക്കെ ഇതൊരു ഭാഗമാണല്ലേ. റെക്കോർഡിങ് കഴിഞ്ഞാലും പിന്നീട് ചേഞ്ച് ചെയ്യുന്ന അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതിന് നമുക്ക് ആരോടും നമുക്ക് പരാതിയോ പരിഭവമോ ഇല്ല. തുടക്കത്തിലൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നത് ഈ പാട്ട് തന്നെ ഞാൻ പാടിയിട്ട് ഞാൻ ആകെ ഇത് അനൂപേട്ടനോട് ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിച്ചു. എൻ്റെ വീട്ടിൽ ജസ്റ്റ് പറഞ്ഞൊരു സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരു ഉറപ്പുമില്ല, സിനിമയാണ്. കാരണം അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, അത് ആരുടെയും കുറ്റമല്ല. ഇപ്പൊ വിഷ്ണുവിന് എൻ്റെ വോയിസ് എടുക്കാൻ തോന്നി, പക്ഷെ ഇതിനകത്ത് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ജിത്തു സാറിന് ആ പാട്ടിന്റെ സിറ്റുവേഷൻ ആയിട്ട് എൻ്റെ വോയിസ് ചിലപ്പോൾ ചേരുന്നില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നി ഞാൻ മാറ്റി വേറെ ആളെ കൊണ്ട് പാടിക്കേണ്ടി വരും. അതൊരു പുതിയ കാര്യമല്ല. അത് വിഷമം ഉണ്ടാവും ചിലവർക്ക്. പക്ഷെ ഞാനിത്
മനസ്സിൽ നിന്ന് കളഞ്ഞിരുന്നു. കാരണം എക്സ്പെക്ട് ചെയ്തിരുന്ന ഞാൻ ആഗ്രഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിൽ അത് മാറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ വിട്ടു. ഞാനും അനുപേട്ടനും കൂടെ ഇങ്ങനെ തിരിച്ച് ഞങ്ങൾ മൂന്നാർ പോയിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ 27-ാം തീയതി പാട്ട് റിലീസാണ്. 24-ാം തീയതിയാണ് എനിക്ക് പുള്ളിയുടെ മെസ്സേജ് വന്നെ, അപ്രൂവ്ഡ്, കൺഗ്രാജുലേഷൻസ്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ട് സർക്കിളിലോടൊക്കെ കാര്യം പറഞ്ഞതും. ആ ഒരു അപ്രൂവൽ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പാട്ട് ലിറിക്കൽ വീഡിയോ റിലീസ് ആവുന്നതിന് 3 ദിവസം മുമ്പാണ്. അത് എല്ലാവർക്കും പല പരിമിതികൾ ഉണ്ടാവും. അത് നമ്മൾ ഇതിനകത്തോട്ട് മുമ്പ് എനിക്കും ഭയങ്കര തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നു ചേട്ടൻ കുറച്ചുകൂടെ കമ്പോസിംഗ് സൈഡിൽ കൂടെ നിൽക്കുന്നത് ആയിരിക്കാം 100%. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ പണ്ട് എനിക്ക് കുറച്ച് പിന്നെ പഠിച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് മാറി അവരോടൊക്കെ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട്. ഇല്ലാന്നൊന്നും പറയാം, നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും ആ ഒരു ഇത് വരാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യാറില്ല. ഇപ്പൊ നടന്നു കഴിഞ്ഞിട്ട് ഓക്കെ, അത് എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് വരും, നടക്കും. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പണികൾ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് മുമ്പോട്ട് പോവുക. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊന്നും അധികം കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്നേലൊക്കെ നമ്മുടെ ഈ മ്യൂസിക് ഡയറക്ടർ വിഷ്ണു എന്ന് പറയുന്ന ആള് വിദ്യാസാഗറിന്റെ അടുത്ത് ചേരാൻ വേണ്ടി മാത്രം ചെന്നൈയിൽ പോയിട്ട് കോളേജിൽ ചേർന്ന ആളാണ്. പുള്ളിയുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്, അനൂപ് മേനോൻ, ഇവര് വന്നേക്കണ ഒരു ഹാർഡ്ഷിപ്സ് ഉണ്ട്. എല്ലാവരും കൈലാസേട്ടൻ ആയിക്കോട്ടെ, ഇവിടെയുള്ള പ്രൂവ് ചെയ്തേക്കണ എല്ലാവരും അവരൊക്കെ ഒറ്റ സുപ്രഭാതത്തിൽ വന്നവരല്ല. അവരുടെയൊക്കെ ബാക്കിൽ അത്രയും കഷ്ടപ്പെട്ട്, അതൊന്നും ആരും അറിയില്ല, ഇതൊന്നും ആരും അറിയണ്ട. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊന്നും കഷ്ടപ്പെട്ടിട്ടേ ഇല്ല. എനിക്കൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്ത ഇതാന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. കാരണം വളരെ പോസിറ്റീവായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ. പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. ഒരു പെർസെന്റേജ് പോലും നെഗറ്റിവിറ്റി അകത്തോട്ട് എടുക്കൂല. കാരണം അതിലൊരു കാര്യമില്ല. അത് തന്നെയാണ് ചേട്ടന്റെ ഒരു എനർജി, ഡ്രൈവിംഗ് എനർജി എന്ന് തോന്നുന്നു. ലൈക്ക് ഈ ഒരു തോന്നലുകൾ അത്രേ ഉള്ളൂ. അല്ല നമ്മളല്ലാതെ അയ്യോ എനിക്ക് അത് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കണം എന്നുള്ളത്, മറ്റേ വേറൊരെണ്ണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്താൽ പോരെ. മറ്റത് കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നല്ലോ എന്നുള്ളത്. അത് കിട്ടിയില്ല, അത് പോയി, ഓക്കെ, അതെനിക്ക് വിധിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് പാടിയ പാട്ട് പടത്തിൽ വരാതിരുന്നതിന് ഒരു റീസൺ ഉണ്ടാവും. അത്രേ ഉള്ളൂ. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം അത്രത്തോളം ടാലൻസ് ആണ് ഇപ്പൊ പുറത്ത്, അത്രത്തോളം ടാലൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പാട്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൊഫഷനായിട്ട് കാണാൻ പറ്റാത്ത ഒരു സമൂഹം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ലൈക്ക് പാട്ടെന്ന് പറയുന്ന സൈഡായിട്ട് നമ്മൾ സമയം പോകാൻ വേണ്ടി ചെയ്യുന്ന പോലെ. അല്ല, അതെന്താന്ന് വെച്ചാ അതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പണമാണ്. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഒരു 10 കോടി രൂപ കിടപ്പുണ്ട് എന്ന് വിചാരിക്കുക. 10 കോടി ഇല്ലാട്ടാ എന്ന് വിചാരിക്കുക. പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും ഒരു ബാക്കിങ്ങും ഒരു മനസ്സമാധാനവും വളരെ വലുതാണ്. പണം ഒന്നുമല്ല എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് തൊഴുകയോടുകൂടി പറയാനുള്ളത്, അവർക്കത് പറയാനുള്ള ധൈര്യം വേണമെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ. അതില്ലാതെ എന്റെ അക്കൗണ്ടിൽ എനിക്ക് ഒരു മാസം എന്റെ EMI അടയ്ക്കാനും എന്റെ വീട്ടിൽ എന്റെ അച്ഛനമ്മ മക്കള് എന്റെ വൈഫ് അവരുടെ കാര്യം നോക്കാനും എന്റെ പൈസ ഇല്ലെങ്കിൽ എനിക്ക് നെഞ്ചു വിരിച്ചിരുന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് അഭിനയിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല. 100% പണമാണ്. അത് അജ്നയും സമ്മതിക്കും, ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിയും സമ്മതിക്കും. നമ്മുടെ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സെക്കൻഡറിയാണ്. കേട്ടോ, അത് പൈസ നമ്മുടെ ഉണ്ടെന്നുള്ളപ്പോ നമുക്ക് എന്ത് ചെയ്യാനുള്ള ഇത് എന്നേലും അറിവുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അനുഭവിക്കുന്നത്. അവരോട് കുറെ അധികം ആളുകൾ പറഞ്ഞേക്കണ ഇത് ഞാനല്ല ആദ്യം പറയണത്, ഇത് പറഞ്ഞേക്കണ ഇഷ്ടംപോലെ വ്യക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു പെർഫോമൻസിന് പോകണമെങ്കിൽ അതിന്റെ ഒരു ഫാക്ടർ പണം തന്നെ. അത് പൈസക്ക് വേണ്ടി നമ്മൾ പാടുന്നത് കൊണ്ട് നമ്മൾ കലാകാരനല്ല ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. ഇത് നമ്മുടെ പ്രൊഫഷൻ കൂടിയാണ്. അത്രേ ഉള്ളൂ. അല്ല ആർട്ടിസ്റ്റ് എന്നോട് ഈ ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ട് ഇതിപ്പോ ഫ്രീ ആയിട്ട് ചെയ്തു തരും, എന്നിട്ട് നമുക്ക് അവിടെ മറ്റേ കോവിഡ് ഒക്കെ മാറിയിട്ട് അങ്ങോട്ട് വിളിച്ച് അവിടെ ഷോ ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ചേട്ടാ എനിക്ക് നാളെ കടയിൽ പോയിട്ട് സാധനം മേടിച്ച് വീട്ടിൽ കൊടുക്കുമ്പോഴേ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു അവസരമായിട്ട് കൂട്ടാൻ പറഞ്ഞ ആ വ്യക്തി അത് കേൾക്കണമെന്നില്ല. ആ വ്യക്തി പൈസ മുടക്കി സാധനം എടുത്ത് വെച്ചിട്ടാണല്ലോ കച്ചവടം നടത്തുന്നത്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ്, പാട്ടാണ്.
ഇപ്പൊ അജ്ന ചെയ്യുന്ന പ്രൊഫഷണൽ അജ്നയുടെ പ്രോഡക്റ്റ് എന്ന അജ്നയുടെ സ്കിൽ എന്താണ്, അതാണ്. അതെ. നമ്മൾ നമ്മുടെ ടൈം ഇത് സ്പെൻഡ് ചെയ്യുന്നു. ഞാനൊരു വലിയ മഹത്തരമായിട്ടുള്ളൊരു ഗായകനാണെന്ന് വെച്ചിട്ടല്ലേ ഈ പറയണത്. അത് ഞാനായിക്കോട്ടെ, ഇപ്പൊ വിജയശ്വാസം ആയിക്കോട്ടെ, ഹരിശങ്കർ ആയിക്കോട്ടെ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മേഖലയിൽ അവരവരുടേതായിട്ടുള്ള ഒരു ഫെയിമും അവരുടെ സാധനം വെച്ചിട്ടുള്ള പേയ്മെന്റ് അവർ ചാർജ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇത് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഫെയിം. ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അത് ഈ കല വരുമ്പോൾ പൈസ മാറി നിൽക്കാന്നുള്ള ശരി, കലയും പൈസ ഒന്നും തന്നെ. അപ്പൊ 100% അതിപ്പോ ജാട എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ പണ്ട് ആയിക്കോട്ടെ, ആ അർത്ഥത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് ജാടയാണെങ്കിൽ എനിക്ക് ജാട ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. എനിക്ക് എന്റെ വീട്ടില് കാര്യങ്ങൾ നടന്നോണെന്നുള്ള, എന്നെ ജാടയെന്ന് പറഞ്ഞിട്ട് എനിക്ക് പേയ്മെന്റ് തന്നിട്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോയാൽ ഞാൻ അതൊക്കെ കൽപ്പിച്ച് കിട്ടിയിട്ടുണ്ട് പറയുന്നത്. അതൊക്കെ ഒരു കുഴപ്പമില്ല. അഹങ്കാരിയാണെങ്കിൽ അഹങ്കാരിയാണ്, ജാടയാണെങ്കിൽ ജാടയാണ്, ഒരു കുഴപ്പമില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ പണം തന്നെ വേണം. ഇപ്പൊ എനിക്ക് എന്റെ EMI മുടങ്ങിയിട്ട് അവരോട് ഇങ്ങനെ എനിക്കൊരു അവസരം തന്നൂടെ എന്ന് എനിക്ക് ബാങ്കിൽ പോയി പറയാൻ പറ്റില്ല. കൃത്യ ഡേറ്റില് പൈസ EMI കട്ടാവും. അപ്പൊ അത്രേ ഉള്ളു. അപ്പൊ അത് ഇപ്പൊ കൊറേയൊക്കെ ബെറ്റർ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇപ്പൊ കൊറേയൊക്കെ, അത് പണ്ടായിരുന്നതൊക്കെ ഒരു പറയും, ഇപ്പൊ കൊറേയൊക്കെ ബെറ്റർ ആണ്. ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റും, പണ്ടത്തെ കലാകാരന്മാരെ എടുത്തു നോക്കി, നമ്മുടെ പണ്ടത്തെ അവരാരും പണത്തിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് നമ്മുടെ ജോൺസൺ മാഷ്, അല്ലെ? പണ്ടത്തെ ആരെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോ. അതിൽ നിന്ന് കുറെ മാറി. അതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അതിന്റെ കാരണം ഇതാണ്. ഇപ്പൊ വിജയശ്വാസൊക്കെ ഇടയ്ക്ക് പറഞ്ഞ പുള്ളിക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നില്ലേ? പുള്ളിയൊക്കെ പറഞ്ഞത് ആർക്ക് വേണ്ട? പുള്ളിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. എന്റെ അടുത്ത് വിജയ് ചേട്ടൻ ഇതേപോലെ ഇന്റർവ്യൂല് പറഞ്ഞൊരു കാര്യമുണ്ട്. ലൈക്ക് നമ്മള് സിംഗേഴ്സ് ആണെങ്കിലും ഇപ്പം നമ്മുടെ പ്രൈം ടൈം ഉണ്ടാവും. ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കുറച്ചാലം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സൗണ്ട് മാറുമായിരിക്കും, ആർക്കും വേണ്ടാതെ ആവുമായിരിക്കും. അപ്പൊ ആ ഒരു ടൈമിലല്ലേ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞൊരു 100%. ഞാൻ ചോദിക്കട്ടെ, ഈ പണ്ടത്തെ ഏത് ലെജൻഡറി ഇപ്പൊ വളരെ ഇപ്പൊ അവസരമൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇവര് ഈ പറഞ്ഞ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും? ഇല്ല. അപ്പൊ അതത്രേ ഉള്ളൂ. നമുക്ക് എല്ലാം നല്ലതായിട്ടിരിക്കുമ്പോഴല്ലേ എല്ലാവർക്കും ആവശ്യം. പിന്നെ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ ഒരു സ്റ്റേജിൽ വന്ന് നിന്നിട്ട്, ഇപ്പൊ ഞാനൊരു ലൈവ്, ഫേസ്ബുക്ക് ലൈവ് ഇട്ടിട്ട് എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞാൽ എത്ര പേര് വന്ന് കാണും? ഞാനൊരു പാട്ട് പാടിയിട്ട് കഴിഞ്ഞാൽ, ഹാപ്പി ആയിട്ടൊരു പാട്ട് പാടിയിട്ട് കഴിഞ്ഞാൽ അതിന് കമന്റ് ചെയ്യാൻ വരും, അല്ലേ? അത്രേ ഉള്ളൂ. എല്ലാവർക്കും ആവശ്യം അതാ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഹാപ്പി ആയിട്ടിരിക്കാൻ തന്നെ എല്ലാവർക്കും ആഗ്രഹം. നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതിന്റെ ആവശ്യമില്ല അവർക്ക് കിട്ടാ. അത് ഞാൻ അതും കൂടെ നമ്മൾ പറയണം. എല്ലാവരും അവര് കഷ്ടപ്പെട്ടാ ജീവിച്ചുകൊണ്ടിരിക്കണം. എവ്രി പേഴ്സൺ അവരുടെ കുടുംബത്തെ നോക്കാനും ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് കേൾക്കണ്ട, കേൾക്കണ്ട. പക്ഷെ തിരിച്ചും ഇങ്ങോട്ട് ആ ഒരു കാര്യം നമ്മളും പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടി അവർക്ക് നമ്മുടെ പേയ്മെന്റ് കേട്ടിട്ട് വേണ്ട, ആ പേയ്മെന്റിനുള്ള നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല, വേണ്ട, ഓക്കെ, നൈസ്, അത് ഒരു കുഴപ്പമില്ല. എനിക്ക് എല്ലാ ദിവസവും പാട്ട് പാടണം, എനിക്ക് പ്രോഗ്രാം ചെയ്യണം, നമുക്ക് എന്റെ ഇത് പറയുന്നു, അതിന് പറ്റുന്നതാണെങ്കിൽ മാത്രം മതി. നമുക്ക് ഒരു പാട്ട് കേൾക്കാം, ഏതെങ്കിലും ഒരു പാട്ട്. ശ്രീരാഗമോ പാടാം. കാരണം അതും പറയേണ്ടതുണ്ട്. ഒരിടയ്ക്ക് ഫുൾ ഈ ഒരു പാട്ട് മാത്രം അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതും കുറ്റവും കംപ്ലൈന്റും ആയിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും പറയും, എനിക്ക് എത്ര തവണ ഈ പാട്ട് പാടാൻ പറഞ്ഞാലും ഞാൻ മടുക്കാതെ പാടും. കാരണം അത് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കേൾക്കണ്ട എന്ന് മാത്രമേ. കാരണം എനിക്കൊരു ചെറിയൊരു ടേണിംഗ് പോയിന്റ്, എന്റെ ലൈഫിന് നല്ലൊരു ഇത് തന്നൊരു പാട്ടും കൂടാണ്. അത് ദാസേട്ടൻ പാടി, ശരത് സാറ് അതിഗംഭീരമായിട്ട് മ്യൂസിക് ചെയ്ത്, ശരത് സാറിനൊക്കെ നേരിട്ട് കണ്ട്, ശരത് സാർ നേരിട്ട് എനിക്ക് പാടി തന്നിട്ടുണ്ട്. ശരത് സാർ, ഞാൻ ഇങ്ങനെ ശരത് സാറിന്റെ അടുത്തിന് ശരത് സാർ എനിക്ക് പാടി തന്ന വീഡിയോ ഒക്കെ എന്തെങ്കിലും ഉണ്ട്. ONV സാർ എഴുതിയ വരികൾ, അത് നല്ലൊരു പാടം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ, സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ, നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി, ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ.
താങ്ക് യു. ഈ പാട്ടാണ് സത്യം പറഞ്ഞ അതെ ഞാൻ പറഞ്ഞില്ലേ അത്. എന്നിട്ട് എനിക്ക് ഇടയ്ക്ക് കംപ്ലൈന്റ് ആയിരുന്നു എപ്പോ നോക്കിയാലും എനിക്ക് എന്നോട് പേഴ്സണൽ ആയിട്ടുണ്ട് ഇതല്ലാണ്ട് വേറൊരു പാട്ടും പാടിയിടാൻ പാടില്ല. ഞാൻ ഇഷ്ടംപോലെ പാട്ട് പാടിയിട്ടുണ്ട്. ഒന്ന് രണ്ട് പേരിങ്ങനെ എന്നോട് പറഞ്ഞ അതൊരു അവർക്കൊരു നമ്മളെ ചിലപ്പോ അവർക്ക് ജെന്യൂനായിട്ട് തോന്നിയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചൊറിയണം തോന്നിയിട്ടായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇഷ്ടംപോലെ വേറെ പാട്ടും പാടിയിട്ടുണ്ട്, പക്ഷെ ഈ പാട്ട് ഒരു 10 തവണ പാടാൻ പറഞ്ഞാലും ഞാൻ 10 തവണ പാടും. ചേട്ടനത് കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കേൾക്കണ്ട എന്ന് മാത്രമേ എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളൂ. ഞാൻ പറഞ്ഞു. ചേട്ടന് ഏറ്റവും ഈ പറഞ്ഞ പോലെ ഒരു സമാധാനം കിട്ടുന്ന അങ്ങനത്തെ ഒരു മ്യൂസിക് ചോദിച്ചാൽ ഏതായിരിക്കും? സമാധാനം കിട്ടുന്ന മ്യൂസിക്കോ? അതായത് പാട്ട് സമാധാനം കിട്ടുന്ന പാട്ട്, അതായത് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നിയാൽ കേൾക്കുന്ന. സത്യമായിട്ടും ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോ എന്നെ സംബന്ധിച്ചവരായിട്ട് എന്നെ ചിലർ ചോദിക്കുന്നുണ്ടോ ഭയങ്കര ഡിപ്രസീവ് മൂടിയിരിക്കുമ്പോ കേൾക്കുന്നത്. എനിക്ക് ഡിപ്രഷൻ മൂടിയിരിക്കുമ്പോ എനിക്ക് ഒരു പാട്ടും കേൾക്കാൻ തോന്നില്ല. ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, കാരണം അജിനയ്ക്ക് പറ്റുമോ എനിക്കറിയില്ല. അത് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോ എനിക്ക് കിടന്ന് ഉറങ്ങണം എന്നാണ് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ആ ടൈം നമ്മളിൽ നിന്ന് പാസ് ചെയ്ത് പോകണം. നല്ല ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ ശ്രീരാഗം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഡൗൺ ആയിട്ട് ഡിപ്രസീവ് ആയിട്ടിരിക്കുമ്പോൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ അത്രയും ഒരു മണിക്കൂർ ഉറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ 1 മണിക്കൂർ പാസ് ചെയ്ത് കിട്ടുമല്ലോ. ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആവും. അത് ശരിയാട്ടോ, എനിക്കുണ്ട് ഉറക്കത്തിന്റെ ഒരു സംഭവം ഞാനും ചെയ്യാം. എനിക്ക് ചിലവർക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്തല്ല കേട്ടോ. ചിലവര് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ലേ നമുക്കത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ മീമൊക്കെ കാണാലോ, ലൈക്ക് നമ്മള് സങ്കടത്തോടു കൂടി ഒരു പാട്ട് കേട്ട് കരഞ്ഞോണ്ടിരിക്കുന്നു, തൊട്ടടുത്തതൊരു അടിച്ചുപൊളി പാട്ട് വരുന്നു, അങ്ങനൊക്കെ പറഞ്ഞിട്ട് മീംസ്. നമ്മള് ഒരു പടം കണ്ടോണ്ടിരിക്കുമ്പോ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ കണ്ണ് നിറയും, അല്ലെങ്കിൽ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിങ്ങലും. അത് ഉറപ്പാണ്. കാരണം ജോൺസൺ മാഷിന്റെ പാട്ടുകൾ എന്റെ ഭയങ്കര ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ഒന്നാണ് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ. ഞാൻ എപ്പോഴും പാടാൻ ആഗ്രഹിക്കുന്ന കുറെ പാട്ടുകളാണ് പുള്ളിയുടെ പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിൽ. ജോൺസൺ മാഷിന്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് കൊള്ളും നമുക്ക്. പക്ഷെ ഞാൻ ഭയങ്കര ഡിപ്രഷനിൽ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ജോൺസൺ മാഷിന്റെ പാട്ട് കേട്ട് എനിക്ക് അങ്ങനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇല്ലാത്ത കാര്യം ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇരുന്ന് പറയാം, എനിക്ക് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ അല്ലെങ്കിൽ എ.ആർ. റഹ്മാന്റെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ ഓക്കെ ആൻ കൂളാന്ന്. എനിക്കറിയില്ല അങ്ങനെ പറ്റുമോ. അങ്ങനെ പറ്റുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അത് വളരെ നല്ല കാര്യമാണ്. എനിക്ക് ചില മൂഡിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ ചിലർക്ക് സോങ്സ് ഭയങ്കരമായിട്ട് ഉണ്ടാവുമായിരിക്കും. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ വിചാരിച്ച് അതിൽ നിന്ന് മാറുക എന്നല്ലാണ്ട് വേറെ ഒന്നിനും അതിൽ നിന്ന് മാറ്റാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നമുക്കത് പറഞ്ഞ് കരയാൻ ഒരാളുണ്ടെങ്കിൽ, ഒരു ലിസണർ ഉണ്ടെങ്കിൽ നമുക്ക് അയാളോട് നമ്മൾ ഷെയർ ചെയ്യാം. പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഒരാശ്വാസം കിട്ടും. അങ്ങനെയൊക്കെ മൂമെന്റ് ഒക്കെ ശരിയായിരിക്കാം. അല്ലാതെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്ത് ഉടനെ ഞാൻ ഭയങ്കര ഫ്രീ ആയി, എന്റെ സങ്കടം മാറി, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ചില പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ആകാശമായവളെ എന്നുള്ള പാട്ട് ഞാൻ കേട്ടിട്ട് ഞാൻ ലിറ്ററലി കരഞ്ഞു. ഞാൻ ബിജുപാൽ സാറിനെ വിളിച്ചിട്ട് ആ മൊമെന്റ് ഞാൻ സാറുള്ളൊരു വേദിയിൽ ഞാൻ ആ പാട്ട് പാടാൻ പറ്റി. എനിക്ക് കാര്യം പറഞ്ഞു തന്നു. ഞാൻ സാറിനെ വിളിച്ച് ഞാൻ കരയോ ഫോണിൽ കൂടെ. സീരിയസ്ലി പറയാണ്, ഭയങ്കരമായിട്ട് കണക്ട് ആയത്. ഷഹബാസ് അഹമ്മദ് എന്ന് പറഞ്ഞ സിംഗർ ഇത് ഗംഭീരമായിട്ട് പാടി വെച്ചേക്കണ സാറ്. അപ്പൊ ഞാൻ ബിജുപാൽ സാറിന്റെ നമ്പർ തപ്പെടുത്ത് വിളിച്ചിട്ട് അപ്പൊ സാർ അപ്പുറത്തുനിന്ന് ഞാനിങ്ങനെ ഏങ്ങലടിക്കുവാണ്. ഇങ്ങനെ പറയാൻ പറ്റും. സാറിന് മനസ്സിലാ ഓക്കെ റിലാക്സ്. സാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് പറ്റുന്നില്ല, അത് അത്ര ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു പാട്ടാണ്. അങ്ങനെ ഒരു പാട്ട് കേട്ട് കണ്ണ് നിറഞ്ഞു. പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ ഭയങ്കര ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആകാശമായവളെ കേട്ട് കഴിഞ്ഞാൽ എന്റെ ഡിപ്രഷൻ ഓക്കെ ആവും എന്നുള്ള ചോദ്യമല്ലേ ഇപ്പൊ ചോദിച്ചത്? അല്ലേ? അത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പല വർക്കും ചില ലാലേട്ടന്റെ ഒക്കെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ലാലേട്ട എല്ലാ അവരവരുടെ ഇപ്പൊ സിദ്ദിഖൊക്കെ ഇമോഷണൽ സീൻസ് ഭയങ്കര അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കണ്ണ് നിറയും, നമ്മളെ ടച്ച് ചെയ്യുന്നുണ്ട്. അത് കുറെ പാട്ടുകൾ കേട്ടിട്ടും അങ്ങനെ പറ്റിയിട്ടുണ്ട്. ജോൺസൺ മാഷിന്റെ ഒക്കെ നീ കാണുമ്പോൾ എന്നുള്ള പാട്ടൊക്കെ ഭയങ്കര അണ്ടർ റേറ്റഡ് സോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇരട്ടക്കുട്ടികളുടെ അച്ഛനിലെ ദാസേട്ടനും ചിത്രചേച്ചിയും പാട്ടുണ്ട്. അതൊക്കെ എന്റെ ഫേവറേറ്റ് പാട്ടുകളിൽ ഒന്നാണ്. അപ്പൊ അങ്ങനത്തെ ചില പാട്ടുകൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും. അങ്ങനത്തെ കുറെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പം കറന്റ്ലി എന്തോ മ്യൂസിക്കിന്റെ ആൽബത്തിന്റെ എന്തോ ഒരു വർക്ക് ആൽബം ആക്ച്വലി ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് പാട്ടുകൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്റെ സുഹൃത്തും കൂടെ ആണ്, ദുന്ദു, അനുപേട്ടന്റെ വൺ ഓഫ് ദ മാനേജേഴ്സും കൂടെ ആണ് ദുന്ദുവിന്റെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ദുന്ദുവിന്റെ അമ്മ വരികൾ എഴുതിയ 4 പാട്ട്
അമ്മ മരിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന്റെ വർക്കൊന്നും നമ്മൾ നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് 4 പാട്ടുള്ളതിൽ ഒരെണ്ണം ഒരു ഓണപ്പാട്ടാണ്. അത് ദുന്ദുവിന്റെ തന്നെ ചേച്ചിയുടെ മകള് പാടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഓണത്തിനെ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. പിന്നെ 3 ഡിവോഷണലാണ്. അതിൽ ഒരെണ്ണം ഒരു അയ്യപ്പന്റെയും ഒരെണ്ണം ഒരു ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പന്റെ പാട്ടും പിന്നെ ഒരു കണ്ണൂര് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ദുന്ദു കണ്ണൂരാണ്. അപ്പൊ അങ്ങനെ ബേസ് ചെയ്തുള്ള 4 പാട്ടുകളാണ്. അതില് ഒരു പാട്ട് ദുന്ദുന്റെ ചേച്ചിയുടെ മോള് പാടിയാണ് പാട്ട്. അയ്യപ്പന്റെ പാട്ട് പാടിയേക്കുന്നത് മധു ബാലകൃഷ്ണനാണ്, മധുചേട്ടനാണ്. അത് മധുചേട്ടൻ എന്റെ മ്യൂസിക്കിൽ ആദ്യമായിട്ട് പാടിയ പാട്ടാണ് അത്. പക്ഷെ നമുക്കത് ഈ വരുന്ന അയ്യപ്പന്റെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സീസണൽ ഇതാണല്ലോ. അപ്പൊ നമുക്ക് ഈ അയ്യപ്പന്റെ ഈ മണ്ഡലകാലം വരുമ്പോഴത്തേക്ക് നമുക്കതെല്ലാം വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുവാണ്. അതിന് ഷൂട്ട് ചെയ്താൽ മതി. അതിഗംഭീരമായിട്ട് മധുചേട്ടൻ പാടി വെച്ചിട്ടുണ്ട്. അത് ഓർക്കസ്ട്ര ചെയ്തേക്കുന്നത് മധു പോൾ എന്ന് പറഞ്ഞിട്ട് ബിജുപാൽ സാറിന്റെ കൂടെ. ബിജുപാൽ സാറിന്റെ എന്നല്ല മിക്ക ഫിലിം സോങ്സ് ഇറങ്ങുവാണെങ്കിലും പുള്ളിയുടെ ഓർക്കസ്ട്രേഷൻ ഉണ്ട്. മധു പോൾ ഗംഭീര കീബോർഡിസ്റ്റാണ്. ഞങ്ങൾ പ്രോഗ്രാം എന്റെ RK ലൈവിലൊക്കെ കീബോർഡിസ്റ്റ് പുള്ളിയാണ്. ബാൻഡിന്റെ ഇതിലൊക്കെ പുള്ളിയാണ് അത് ഓർക്കസ്ട്ര ചെയ്തിരിക്കുന്നത്. മധുചേട്ടൻ ഭയങ്കര രസമായിട്ട് അത് പാടി വെച്ചിട്ടുണ്ട്. അതൊരു എന്താ പറയാ, നമുക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന, ഇപ്പൊ നമ്മൾ പാടിയ പാട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത പാട്ടുകൾ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പാട്ടുകളിൽ പെട്ടതാണ് ഇതൊക്കെ. പിന്നെ അത് കൂടാണ്ട് ഈ വർഷം അജിന നേരത്തെ ചോദിച്ചുള്ളൂ, ഈ വർഷം തുടങ്ങിയത് ഭയങ്കര ഐശ്വര്യമായിട്ടാണ്. കാരണം ബാംഗ്ലൂരുള്ള നമ്പ്യാർ ബിൽഡേഴ്സിനെ ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഒരു വൈസ് പ്രസിഡന്റ് അരുൺ നമ്പീശനുണ്ട്. പുള്ളി വരികൾ എഴുതി പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു 5 പാട്ടുകൾ. പൂവത്തൂർ എന്ന് പറഞ്ഞൊരു കണ്ണൂർ തന്നെയുള്ള മട്ടന്നൂർ അടുത്തുള്ള പൂവത്തൂർ ക്ഷേത്രമാണ്. അത് വിഷ്ണുവും ദേവിയും കൂടെ ഉള്ളൊരു അവരുടെ പൊങ്കാലയൊക്കെ നടക്കുന്നതാണ് നമ്മുടെ ഇതുപോലെ. അവരുടെ ഒരു മ്യൂസിക്കൽ ആൽബം, ഡിവോഷണൽ ആൽബം, 5 പാട്ടുകളുള്ള ഒരു ആൽബമാണ് ഞാൻ ഈ വർഷം തുടങ്ങിയിട്ട് ആദ്യം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഐശ്വര്യം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കേൾക്കുന്ന ന്യൂസ് ചിത്രചേച്ചിയായിട്ടുള്ള പാട്ട് കിട്ടുന്നുള്ളത്. അപ്പൊ അത് ഞാൻ പറയണത് എല്ലാത്തിനും ഒരു ശക്തി, ഒരു ടച്ച് നമുക്ക്. അപ്പൊ ആ ഒരു 5 പാട്ടുകൾ എനിക്ക് കമ്പോസ് ചെയ്യാൻ പറ്റി. അതിൽ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ബാക്കി 4 നമ്മുടെ ആവിർ ഭാവ് ഒരു കുട്ടിയുണ്ടല്ലോ, നമ്മുടെ ആവിർ ഭാവ്, നമ്മുടെ ഒരു മലയാളി നമ്മുടെ നോർത്തില് പോയിട്ട് ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയില് ഭയങ്കര ഫേമസ് ആണ്. ആവിർഭാവ് എന്നാണ് കുട്ടി മോന്റെ പേര്. സിസ്റ്ററും പാടും. ആവിർഭാവ് ഒരു പാട്ടിനകത്ത് പാടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ഈ പറഞ്ഞ പോലെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. അതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ കഴിഞ്ഞു, ബാക്കിയുള്ളത് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വർക്ക്. പിന്നെ പാടിയ പാട്ടുകളും കുറച്ച് ഇറങ്ങാനുണ്ട്, ഡിവോഷണൽസ് ആയിട്ടും ആൽബംസ് ആയിട്ടും ഉള്ള ഇറങ്ങാനുണ്ട്. അതൊക്കെ എന്താ പറയാ, അത് അർഹിക്കുന്ന സമയത്ത് അത് ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നു. അടുത്ത വർക്കുകൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിലാണ്. അപ്പൊ ചെയ്ത വർക്കുകൾ ഇറങ്ങാന്നുള്ളത് നമ്മുടെ മാത്രം കയ്യിലുള്ള കാര്യമല്ല. അപ്പൊ അത് അതിന്റെ കറക്റ്റ് ടൈമിൽ ഇറങ്ങും എന്നുള്ളതിലാണ്. പിന്നെ ഇതുപോലത്തെ വർക്കുകൾ കൂടുതൽ ചെയ്യാൻ, ഡിവോഷണൽ ആയിക്കോട്ടെ, ആൽബം ആയിക്കോട്ടെ, ഫിലിം ആയിക്കോട്ടെ, ഒരു ധൈര്യമുണ്ട്. അത് എവിടുന്നാന്ന് ചോദിച്ചാൽ അറിയില്ല. ചിലപ്പോൾ ഒന്നും അറിയാത്തതിന്റെ ഒരു ധൈര്യമായിരിക്കാം, ഒന്നും അറിയില്ല എന്നുള്ളത്. ആ ഒരു ധൈര്യമുണ്ട്. എന്നോട് അനുപേട്ടൻ ചോദിച്ചു ചോദ്യമുണ്ട്, ഇപ്പൊ പാതിരാവ് പൂക്കുന്നുമില്ലേ, ഞാൻ വരി എഴുതി കഴിഞ്ഞാൽ നിനക്ക് കമ്പോസ് ചെയ്യാൻ പറ്റൂടാന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പറ്റും എന്ന് ഞാൻ നോക്കാൻ അനുപേട്ടാന്ന് പറഞ്ഞത്. ചിലപ്പോ എനിക്ക് എവിടുന്ന ധൈര്യം വന്നെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് എനിക്കൊന്നും അറിയില്ലല്ലോ, അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്കൊന്നും അറിയാത്തതുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടന്നില്ലെങ്കിൽ ഒന്നും അറിയാന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ശ്രമിച്ചു നോക്കാൻ, നടന്നില്ലെങ്കിൽ ഇല്ല. ആ ഒരു ധൈര്യമുണ്ട്. എന്ന് പറയുന്ന പോലെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനെ ഇപ്പോഴും ഞങ്ങൾ അനുവേട്ടനോട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഒരു 5-6 ട്യൂണോളം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു പാട്ട് അനുവേട്ടൻ തന്നെ വരി എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതും അനുവേട്ടൻ തന്നെ ഏതെങ്കിലും ചിലപ്പോൾ ഒരു പ്രൊജക്റ്റിലേക്ക്, അത് ഭയങ്കര രസമുള്ള ഒരു ട്യൂണാണ്. അപ്പൊ അത് അനുവേട്ടൻ ലിറിക്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് റെക്കോർഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ ഫുൾ ഓൺ മ്യൂസിക്കൽ വർക്ക്സിലാണ് ഇപ്പൊ 100% മ്യൂസിക് ഇതിൽ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ ചെറിയ ചെറിയ അഭിനയം സൈഡിൽ കൂടി ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോഴാ അഭിനയം അനൂപേട്ടന്റെ മൂവീസിൽ തന്നെ, അനൂപേട്ടന്റെ പത്മ എന്നുള്ള മൂവിയിലാണ് ആദ്യം അഭിനയിക്കുന്നത്. പിന്നെ പക്ഷെ ആദ്യം റിലീസായ മൂവി എന്ന് പറഞ്ഞാൽ 21 ഗ്രാംസ് എന്നുള്ള മൂവിയാണ്. അത് അനുപേട്ടൻ ഷൂട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ഈ പത്മയുടെ പാട്ടുകളുടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് അനുപേട്ടൻ ഞാൻ നോക്കിയപ്പോൾ ഒരാള് കാരവാനിലേക്ക് കയറി വന്നപ്പോൾ ഏട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ആളെന്ന് പുള്ളിയോട് പറയാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ അവൻ വിളിക്കും. അപ്പൊ നീ ഒന്ന് ചെറിയൊരു ഓഡിഷൻ, ഓഡിഷൻ എന്താ ഇതിനകത്തൊരു ഗുണ്ടയായിട്ട് അഭിനയിക്കണം. ഞാൻ ഗുണ്ടയോ ഞാനോ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഞാൻ ഗുണ്ടായിട്ട് എന്താ അഭിനയിക്കണം? പറഞ്ഞു എടാ നീ തമ്മന ഷാജിയെ പറ്റി നീ കേട്ടിട്ടില്ലേ, പുള്ളി എത്ര ഉള്ളൂ, നീ ചെല്ല് എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ അതിനകത്ത് മുരുകൻ എന്ന് പറയുന്ന ഒരു ബാർ സീക്വൻസിൽ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. അത് ഞാനാണ് ആ ക്യാരക്ടർ ചെയ്തത്. പക്ഷെ എനിക്ക് കോവിഡ് അടിച്ചു കിടന്നുകൊണ്ട് എനിക്ക് ഡബ് ചെയ്യാനൊന്നും പറ്റിയില്ല. വോയിസ് ഒക്കെ വേറെയാണ് വന്നിരിക്കുന്നത്. ചേട്ടൻ ഇതിന്റെ ഇടയ്ക്ക് ഡബിംഗ് അതുണ്ട്. അത് പറയുമ്പോൾ പറയേണ്ട പേരാണ് ശ്രീജ രവി. ചേച്ചിയുടെ കൂടെയാണ് ഡബിങ്ങിന് തുടങ്ങിയത്. അത് ചേച്ചി ഉറപ്പായിട്ടും. പിന്നെ ഈ പാട്ട് നമ്മളിങ്ങനെ കൊണ്ടുകൊണ്ട് ഓവർ അലറിൽ പിടിക്കലൊക്കെ വരുമ്പോ ചേച്ചി പാവം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരും. പിന്നെ ചേച്ചി തന്നെ മറ്റേ നമ്മുടെ ചന്ദ്രമുഖി 2 വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പാടിയിട്ടുണ്ട്. അതിന്റെ മലയാളം ഇതില് ആ വർക്ക് നമ്മളാണ് കോർഡിനേറ്റ് ചെയ്തത്. അതിന്റെ മലയാളം എന്റെ സുഹൃത്തുക്കളൊക്കെ പാടിയിട്ടുണ്ട്. ഞാനും അതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട് അതിന്റെ മലയാളം ഇതില്. അങ്ങനത്തെ കുറെ ചേച്ചിയുടെ ഇതിൽ തന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നേരത്തിലെ നായികയുടെ ഒരു ഫിലിം വന്നിരുന്നു. സായി പല്ലവിയുടെ ഒരു പ്രേമം നേരം പോട്ടെ പ്രേമത്തിലുള്ള സായി പല്ലവിയുടെ ഒരു ഫിലിമിന്റെ ഒരു ഹൊറർ ടൈപ്പ് ഒരു മൂവിയായിരുന്നു. അതിന്റെ ഒരു മലയാളം വേർഷൻ 2 പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ ട്രാൻസ്ലേഷൻ ഇതായിട്ടുള്ളത് അതും അത് ചേച്ചി 100%. അതിൽ ചേച്ചി പുലിയാണ്. ചേച്ചി ഇപ്പൊ ഈ ചിത്രേച്ചിയുടെ പാട്ട് കിട്ടുന്ന ചേച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവര് ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് ഒരു നല്ല കാര്യം വരുമ്പോൾ അവരൊക്കെ ആത്മാർത്ഥമായിട്ട് സന്തോഷിച്ച്. മധുചേട്ടന്റെ വോയിസ് ഉണ്ടായിരുന്നു എനിക്ക്. രാജ ഞാൻ പാട്ട് കേട്ടു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പാടി. മധുബാലകൃഷ്ണന്റെ വോയിസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു ഒത്തിരി സന്തോഷമാണ്. അത് നമ്മളൊരു ഗുരുസ്ഥാനത്ത് കാണുന്ന 100%. മധുചേട്ടന്റെ ഒക്കെ റെക്കോർഡിങ് അതൊരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ട്. അവരൊക്കെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടുന്നത് എന്റെ പാടപ്പോ മജേട്ടൻ പറയും രാജ പാട്ട് പറഞ്ഞു. ഞാൻ പാട്ട് പറഞ്ഞായിരുന്നു. അങ്ങനെയല്ല, രാജ കമ്പോസ് ചെയ്താണ് പറ എന്നൊക്കെ അങ്ങനെ. പിന്നെ എന്താ പറയാ, ഇപ്പൊ കെസ്ട്രേറ്റൻ ഡിവോഷണൽസ് പാടുന്ന കെസ്ട്രേറ്റന്റെ റെക്കോർഡിങ് എനിക്ക് ഇരുന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നിനോയുടെ അതൊക്കെ ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇനി എനിക്കൊരു ആഗ്രഹമുണ്ട് ചിത്ര ചേച്ചിയെ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ചിത്ര ചേച്ചിയെ കൊണ്ട് പാടിക്കണം. അതെന്തെങ്കിലും അത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ കൂടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നടക്കും ഉറപ്പായിട്ടും. അപ്പൊ ആഗ്രഹം ഇങ്ങനെ ഒട്ടും കുറയാതുണ്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഏത് പാട്ട്? ഓക്കെ, അപ്പൊ ശരി, നമുക്ക് വേണമെങ്കിൽ ഒരു മെഡ്ലി പോലെ ഒരു 2-3 പാട്ട് ഒരുമിച്ച് പാടിക്കോ, ഒരു കുഴപ്പമില്ല. മെഡ്ലി എന്ന് പറയുമ്പോൾ നമുക്ക് ജോൺസൺ മാഷിന്റെ തന്നെ പാടാം. ജോൺസൺ മാഷ് ചെയ്തൊരു മാജിക് ഉണ്ട്. കല്യാണി എന്നുള്ള രാഗത്തില് അദ്ദേഹം 3 പടത്തില് 3 പാട്ട് കമ്പോസ് ചെയ്തു. നമുക്ക് ആ 3 പാട്ട് ഒറ്റ പാട്ടായിട്ട് പാടാം. ഞാനത് പ്രോഗ്രാമിന് പല സ്ഥലത്തും പാടിയിട്ടുണ്ട്. അതായത് ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം ഒഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമമോഹം നീയറിഞ്ഞു മമമോഹം നീയറിഞ്ഞു പാതിമേ മറഞ്ഞതിന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലക്കലികയിൽ ഏകദീപം നീ പാതിമേ മറഞ്ഞതിന്തേ സൗഭാഗ്യ താരമേ. ഇത് ആക്ച്വലി 3
പടത്തില് ഞാൻ ഗന്ധർവനിലാണ് ദേവാങ്കണങ്ങൾ. രണ്ടാമത്തത് ഒരു കൂടെ കീഴിൽ എന്നുള്ളതില് അനുരാഗിണി എന്നുള്ള പാട്ടിനാണ് അനുരാഗിണിയുടെ അനുപല്ലവി. പിന്നെ മറ്റേ പാവം പോവാൻ രാജകുമാരനിലെ ഫാത്തിമ. ഇത് ഇനിയും നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. നമുക്ക് ഇതിപ്പോ ജോൺസൺ മാഷ് ചെയ്ത് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ജപദീപ് ചലെ ആഡ് ചെയ്ത് ഇതെല്ലാം ആ ഒരു രാഗം വെച്ചിട്ടാണ്. യമൻ കല്യാണി എന്നുള്ള രാഗത്തിലാണ് ജപദീപ് ചല വന്നേക്കണേ. ഇതൊക്കെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും നമുക്ക്. ഞാൻ ദേവാങ്കണങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് മൊത്തം നാക്കിനെന്ത് പറ്റിയിട്ടുണ്ട്. ഹൃദയം ഇത് എഴുതുമ്പോ ശരിയായില്ലേ? ഹൃദയം ഇത് എഴുതും. യെസ്, ശരിയായി. ഞാൻ ചുമ്മാ അത് ട്രൈ ചെയ്താൽ നടക്കത്തില്ല. ഓക്കെ, ദേവാങ്കണങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത പാട്ടിലേക്ക് നമ്മുടെ ഏതാ അനുരാഗിണി. അനുരാഗിണിയുടെ എനിക്ക് ഡൗട്ടായി, പാട്ട് മാറി ഇല്ല. അത് അല്ലല്ലോ, ഇത് അതിന്റെ അല്ലല്ലോ. എനിക്ക് ഡൗട്ടായി. ദേവാങ്കണങ്ങളുടെ സെക്കൻഡ് സ്റ്റാൻസ് ആണോ? ഇങ്ങനെ കുറെ നേരം കൺഫ്യൂസ്ഡ് ആയിരുന്നു. ദേവാങ്കണങ്ങളുടെ സെക്കൻഡ് സ്റ്റാൻസ് നമുക്ക് ഇതല്ലല്ലോ. പക്ഷേ അതാണ് ദേവാങ്കണങ്ങളുടെ. പക്ഷെ ചേട്ടനെ പാടി പോകുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഒറ്റ പാട്ടിന്റെ. അതെ, ഇത് നമുക്ക് വിത്ത് ഓർക്കസ്ട്ര ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ മത്സേട്ടനൊക്കെ ആയിരിക്കും. അപ്പൊ അവര് കറക്റ്റ് അത് അവര് വായിച്ച് കറക്റ്റ് ആ ലിങ്കിലേക്ക് കൊണ്ട് തരും. നമുക്ക് അങ്ങനെ തന്നെ കായലിന് അങ്ങനെ കേറാം. അത് കേറുമ്പോ അറിയുന്നവർക്ക് അയ്യോ ചിന്തിക്കാം. പക്ഷെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഒരേ ഇതിൽ നമുക്ക് പാടാൻ പറ്റും. അത് ജോൺസൺ മാഷിന്റെ ഒരു മാജിക് ആണ്. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി സാധനം. അപ്പൊ അതെ. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ തന്നെ പാട്ടൊക്കെ ആയിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ്. ഉറപ്പായിട്ടും അനുപേട്ടന്റെ കൂടെ തന്നെ, അനുപേട്ടൻ പോടാ എന്ന് പറയുന്നത് വരെ അനുപേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതെ, ഒരിക്കലും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വേറൊരു മനുഷ്യനാണ്. അത് അത്രയും നല്ല മനസ്സുള്ളൊരു വ്യക്തിയാണ്. പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അത്രയും നമ്മളോട് ആ ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് നമ്മളോട് തെറ്റൊക്കെ കാണുമ്പോൾ. പക്ഷെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നമുക്കൊരു ക്ലെൻസിങ് ഉള്ളിൽ നമുക്ക് നടത്താം. നമ്മുടെ ഒരു ഡെവലപ്മെന്റും കൂടെ അങ്ങനെ ഒരു ചിന്ത വരണം. നമ്മുടെ ഒരാൾ മോശം നമ്മളോട് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നും കൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ. അതാണ് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. അനുവേട്ടൻ പറയുവാണെങ്കിൽ അതിനകത്തൊരു കാര്യം ഉണ്ടാവും, വെറുതെ പറയില്ല. പിന്നെ ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യമല്ലേ. കാരണം കൂടെ തന്നെ നിർത്തുക എന്ന ആ ഒരു മനസ്സുണ്ട്. ഉറപ്പായിട്ടും അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛനും അമ്മയും ചെയ്തതിൻ്റെ എന്തെങ്കിലും പുണ്യത്തിൻ്റെ ഒക്കെ ആയിരിക്കും എനിക്കത് കിട്ടിയേക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ പറയാ, ചിത്രേച്ചിയുടെ പാട്ട് അതാണ്. അപ്പോൾ അജ്നയുടെ ചാനലിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പാട്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ അല്ലേ കേൾക്കുക. അതിന്റെ വീഡിയോ പടം നല്ല രീതിയിൽ റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇനി റിലീസ് ചെയ്യും. അപ്പൊ അത് കേൾക്കുക. ലിറിക്കൽ വീഡിയോ ആണ് ഇപ്പൊ വന്നേക്കുന്നത്. സോങ് വീഡിയോ ഇപ്പൊ തന്നെ റിലീസ് ചെയ്യും. പിന്നെ തനിനിറം എന്നുള്ള മൂവി ഈ മാസം ഫെബ്രുവരി 13 റിലീസാണ്. അതും ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനൂപ് മേനോൻ ചിത്രമായിരിക്കും. ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പൊ അതിലും ഒരു 2 സീനിൽ അഭിനയിക്കാനും പറ്റി, പാടാനും പറ്റി. മ്യൂസിക് ചെയ്യാനും പറ്റി. പാടാനല്ല, നേരത്തെ പാടിയില്ലെന്നുള്ള ചോദ്യം രജിസ്റ്റർ ആയി പോയി തോന്നുന്നുണ്ട്. മ്യൂസിക് അതെ, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇത് വരണല്ലോ. അതെ. അപ്പൊ അത് ആ പാട്ട് ഇറങ്ങും അടുത്ത് തന്നെ. അത് നിങ്ങൾ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി സ്നേഹം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടാ വന്നതിനും ഇത്രയും നേരം നമുക്കൊപ്പം കുറെ വിശേഷങ്ങൾ പങ്കുവെച്ചതിനും പിന്നെ ഈ പാട്ടുകൾ പാടി തന്നതിനും എല്ലാം താങ്ക് യു സോ മച്ച്. ഞാൻ അതിനോട് താങ്ക്സ് പറയില്ല, താങ്ക്സ് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഇനിയും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അപ്പൊ ഒത്തിരി സ്നേഹം. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.